ഹായ് ഓൾ. ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ടർഫിലോട്ട് മടങ്ങിയെത്തിയിരിക്കുകയാണ് അല്ലേ? അതെ, ഇന്നൊരു ഫ്രൈഡേ ഈവനിങ് ആയിട്ട് നമ്മൾ ടർഫിൽ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളോട് ഈ പോഡ്കാസ്റ്റിന് കരുത്ത് പകരാൻ വേണ്ടി നമ്മുടെ സ്പെഷ്യലായിട്ട് ആള് നമ്മൾ ഒരു ഗസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്. നമ്മളുടെ എല്ലാമായ നന്ദു ബിയാർ, ക്രിക്കറ്റിലെ നമ്മളുടെ അഗ്രഗണ്യൻ, നമ്മളുടെ ടീമിലെ മഗ്രത്ത് സ്വയം വിളിക്കുന്ന നന്ദു ബിയാറാണ് നമുക്ക് വേണ്ടി. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ക്രിക്കറ്റിനെ പറ്റിയാണ്. നമ്മുടെ ഡ്രസ് കണ്ടാൽ തന്നെ ഇത് നമ്മുടെ സ്വന്തം പണ്ടത്തെ പോഡ്കാസ്റ്റിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ? ഇത് ഇന്ത്യയുടെ ജേഴ്സി പറയണല്ലോ. പിന്നെ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് മാത്രമേ പറയുന്നുള്ളൂ. സാധാരണ നമ്മൾ ഏതെങ്കിലും പോഡ്കാസ്റ്റിൽ ക്രിക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ ക്രിക്കറ്റ് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല എന്നാണ് കൂടുതൽ പേര് പറയാറുള്ളത്. അല്ലേ? ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്രിക്കറ്റ് നീഷായിട്ട് ഉള്ള മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അത് കാണുന്ന ആഗ്രഹമുള്ളവർ മാത്രം അല്ലേ മാത്രം കാണാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത് ഇന്നത്തത്. അത് നമ്മളുടെ ചൈൽഡ്ഹുഡിൽ നമ്മളുണ്ടായിരുന്ന ക്രിക്കറ്റ് അനുഭവം ഇപ്പോഴെങ്ങനെയാണ്, അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നമ്മുടെ പ്രായം അനുസരിച്ച്? നമ്മുടെ രാജ്യത്ത് തന്നെ ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഭയങ്കര ഒരു കൾച്ചറല്ലേ, വളർന്നു വരുമ്പോ നമ്മൾ അതിന്റെ കൂടെ എഴുകി ചേർന്നാണ് വരുന്നത്. ആരും എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കുന്ന ആൾക്കാർ കാണും. പ്രത്യേകിച്ച് 90s കിഡിന് കുറച്ചും കൂടി കൂടുതൽ ക്രിക്കറ്റിലോട്ട് കുറച്ച് കൂടുതലാണ്. കാര്യം നമുക്ക് ഈ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, മൊബൈലും അതൊന്നും ഇല്ലായിരുന്ന സമയത്ത് നമുക്ക് എന്റർടൈൻമെന്റ് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ക്രിക്കറ്റ് അല്ല. ഈ പറഞ്ഞ സംഭവം ഉള്ളതാണ് കാര്യം. ഇപ്പോഴും കുറച്ചും കൂടി ആൾക്കാർക്ക് ഇപ്പൊ അറ്റൻഷൻ സ്പാനും ഇതൊക്കെ കുറവാണ്. അതായത് ഷോർട്ട് വീഡിയോസ്, എന്റർടൈൻമെന്റിന് ഒരുപാട് വഴികൾ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അന്ന് നമുക്ക് ദൂരദർശനായിരുന്നു ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ദൂരദർശനില് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടണമെന്ന് വെച്ചാൽ ഈ വൺ ഡേ ഒക്കെ വരുമ്പോഴത്തേക്കും 50 ഓവർ നമ്മൾ ചിലപ്പം നമ്മൾ ഇരുന്നം കാണും. നമ്മൾ ഫുൾ ഇരുന്ന് കാണുമല്ലോ, എണീക്കൂല. അല്ല, പണ്ട് നമ്മള് ഇങ്ങനെ പത്രത്തിലെ കാണും ദൂരദർശന ഈ സംപ്രേഷണ അവകാശം കിട്ടി എന്നൊക്കെ പറയാൻ നമുക്കൊരു സന്തോഷമാണ്. ഈ 10 സ്പോർട്സ് അവന്മാർക്കൊക്കെ മിക്കപ്പോഴും കിട്ടുന്നത്. അത് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഹൈക്കോടതി വേർഡിക്റ്റ് എന്തോ ആയിരുന്നു. അത് നാഷണൽ, ഇപ്പൊ ഈവൻ ദോ BCCI ഒരു പ്രൈവറ്റ് സാധനമാണെങ്കിലും നാഷണൽ റെപ്രസെന്റേറ്റീവ് ആണല്ലോ പോണ ഇന്ത്യ. അപ്പം ദേശീയ ടെലിവിഷനിൽ ഫ്രീ ആയിട്ട് ഇടണമെന്നും പറഞ്ഞൊരു വിധി എന്തോ ആയിരുന്നു അന്ന്. അങ്ങനെയാണത് കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇത് റൈറ്റ് കിട്ടൂലായിരുന്നു. അപ്പം അന്ന് നമ്മളിരുന്ന് ഫുള്ളിരുന്ന് കാണുമായിരുന്നു. എനിക്ക് തോന്നുന്നു കണ്ടു കൊച്ചിലായിരുന്നപ്പോ നമ്മള് എണീക്കൂല. ചിലപ്പം നമ്മൾ എണീറ്റ് പോയി മൂത്രം ഒഴിക്കാൻ പോയാലോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോയാലോ ആരെങ്കിലും ഔട്ട് ആവും എന്നൊക്കെ ഉള്ളൊരു സൂപ്പർസ്റ്റിഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പേടി ഉണ്ടായിരുന്നു. നമ്മള് എണിച്ച് മാറുമ്പോൾ ഔട്ട് ആയി പോകും. കുട്ടിക്കാലത്ത് കുറച്ചും കൂടെ ക്രിക്കറ്റ് എന്നെ കൂടുതൽ ഇതാക്കിയത് 2003 വേൾഡ് കപ്പാണ്. ആ ടൈമിൽ നമ്മൾ എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ അതിലായിരുന്നു നമ്മളെ ഒന്ന് ഒരു ക്രിക്കറ്റിലോട്ട് ഒരു ഇമോഷൻ കണക്ട് ആക്കിയത്. അന്ന് സ്ട്രോങ് ടീമായിരുന്നു. ഇന്ത്യക്ക് ഭയങ്കര ചാൻസസ് ഒക്കെ പറഞ്ഞതായിരുന്നു. ഫൈനലിലെത്തി. പക്ഷേ അതല്ല, ഇന്ത്യക്ക് സ്ട്രോങ് ടീം അല്ലായിരുന്നു. വലിയ 2007 2007 ഇന്ത്യ ശ്രീലങ്ക നല്ല സ്ട്രോങ് ടീമായിരുന്നു. പാകിസ്ഥാൻ നല്ല സ്ട്രോങ് ടീം. ഇന്ത്യ സ്ട്രോങ് അല്ലായിരുന്നു. കാരണം 2007 ഇന്ത്യ സ്ട്രോങ്. 2003 കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓൾറൗണ്ടർ ഇല്ല. ബാക്കിയുള്ള ടീമിലൊക്കെ ഒരു നമ്പർ 7 ഓൾറൗണ്ടർ കാണും. ഇത് നമ്പർ 7 എനിക്കൊന്ന് കെയ്ഫാണ് ഇറങ്ങി, ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ ആണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ കീപ്പർ ഇല്ല, ഒരു സ്പെഷ്യലിസ്റ്റ് കീപ്പർ. പക്ഷെ എനിക്ക് 2003 വേൾഡ് കപ്പിൽ പാകിസ്ഥാനെതിരെയുള്ള കളി ഞാൻ കട്ട സച്ചിൻ ഫാൻ ആയതോടെ 98 എന്തോ പുള്ളി അടിച്ചിട്ടുണ്ടായിരുന്നു, ഔട്ടായി. പക്ഷേ അതോടുകൂടി അങ്ങ് പറഞ്ഞു ക്രിക്കറ്റ് എന്ന് പറയുന്നത് സച്ചിൻ തന്നെയാണ്. എനിക്ക് ആ സമയത്ത് ഇന്ത്യ ഒരു പ്രതീക്ഷ സച്ചിന്റെ തോളിൽ മാത്രമായിരുന്നു. എനിക്കാണെങ്കിൽ സച്ചിൻ ഔട്ടായ പിന്നെ അന്ന് കെനിയയും കയറി വന്നായിരുന്നു. കെനിയ എനിക്ക് ഓർമ്മയുണ്ട്. കെനിയ ഒരു ഗാംഗുലിയാണെന്ന് തോന്നുന്നു സെമി ഫൈനൽ വരെ കെനിയ വന്ന്. ആ ടൈമിൽ കെനിയ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. കെനിയക്ക് കോച്ച് ചെയ്യണ ഒരു ഇന്ത്യൻ ക്രിക്കറ്ററാണ്. അങ്ങനത്തെ ഒരു ഇതില് പിന്നെ കെനിയയിൽ ഒരു സ്പിന്നർ ഉണ്ടായിരുന്നു അന്ന്, ഒരു ചെറുതായിട്ടൊരു തലമുടിയൊക്കെ പോയ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഒരു ഇത്തിരി പ്രായം തോന്നും കണ്ടു കഴിഞ്ഞാൽ. ഒരു സ്പിന്നർ ഉണ്ടായിരുന്നു കെനിയയിൽ. അങ്ങനെ കിട്ടില്ലായിരുന്നു അന്ന്. ബ്ലാക്ക് ബോൾസ് കെനിയായിരുന്നു. പിന്നീട് സിംബാവെ ആന്റി ഫ്ലോർക്ക് അവര് നല്ല ടീമായിരുന്നു. പക്ഷെ എനിക്ക് 2003 വേൾഡ് കപ്പ് എനിക്ക് തോന്നുന്നു ഇന്ത്യ തോറ്റത് ഓസ്ട്രേലിയയോട് മാത്രമേ ഉള്ളൂ. ഗ്രൂപ്പ് കളി സെക്കൻഡ് കളിയിൽ എന്തോ തോറ്റുപോയി ഓസ്ട്രേലിയയോടെയാണ്. പക്ഷെ ഫൈനലും ഇന്ത്യ ഭയങ്കര തോൽവി. ഭയങ്കര തോൽവി. സച്ചിൻ ഒരു 35 റൺ അടിച്ചെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക്
പിന്നെ സെമി ഫൈനല് കെനിയയും ഇന്ത്യയായിരുന്നു. സെമി ഫൈനലിൽ അതിലാണ് ഗാംഗുലി ഗാംഗുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂപ്പറായിട്ട്. തോക്കാൻ വേണ്ടി ഇന്നപ്പോ ഗാംഗുലി ഒരു സെഞ്ചുറി, അതായിരുന്നു എനിക്ക് തോന്നുന്നു ഗാംഗുലിയുടെ ലാസ്റ്റ് ODI സെഞ്ചുറി. വൺ ഓഫ് ദ അല്ല 2003 വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്നിംഗ്സ് എന്ന് പറയാം ഗാംഗുലിയുടെ. ODI ലാസ്റ്റ് സെഞ്ചുറി പുള്ളി സേവ് ചെയ്തു അതിനുശേഷം അടിച്ചിട്ടില്ല. 2007 കളിച്ചല്ലോ കളിച്ചടാ, പക്ഷേ ODI സെഞ്ചുറി ഓഡിയയില്. അല്ല ODI വേൾഡ് കപ്പ് ഉണ്ടായിരുന്നല്ലോ വേൾഡ് കപ്പിലുണ്ടായിരുന്നു. സെഞ്ചുറി അടിച്ചിട്ടില്ല. പക്ഷെ അന്ന് ദ്രാവിഡ് അല്ലായിരുന്നു ക്യാപ്റ്റൻ. 2007 ദ്രാവിഡായിരുന്നു ക്യാപ്റ്റൻ. അതിൽ സത്യം പറഞ്ഞ ഇന്ത്യ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതില് സ്ട്രോങ് ആയിരുന്നു, അഹങ്കാരം കാണിച്ചാണ്. 2003 നമ്മള് മറ്റേ നമ്മളെ ശത്രുക്കളുണ്ടായിരുന്നു ഓസ്ട്രേലിയ. അല്ല ഓസ്ട്രേലിയ സത്യം പറഞ്ഞാൽ അന്ന് അവരുടെ കളി കണ്ടിട്ട് ഞാൻ ഫാനാണ്. അവന്മാര് ആ ടീം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഓസ്ട്രേലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയായിരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വെറുപ്പായിരുന്നു ഓസ്ട്രേലിയ. യവന്മാരുടെ ഒരു അഗ്രഷനും യവന്മാരുടെ ആ ഒരു ഇതുണ്ടല്ലോ ഈ അല്ല ഓസ്ട്രേലിയ ഭയങ്കര പ്രൊഫഷണൽ. പിന്നെ ഈ യവന്മാർ ഒരു സൈസ് ഉണ്ടല്ലോ മാത്യു ഹെയ്ഡ്. അവര് ഫീൽഡിങ് അതുപോലെ അവരുടെ ആറ്റിറ്റ്യൂഡും അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളി ജയിക്കാൻ വേണ്ടി ബോണ്ടിങ് ഉണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാലും കളി ജയിക്കാൻ ഏതറ്റം വരെയും പോകുമായിരുന്നു. എനിക്ക് പോണ്ടിങ് ഇഷ്ടമായി. ബോണ്ടിങ്ങിന് അത്ര നമുക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നൂല. പക്ഷെ നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു. ഭയങ്കര ബ്രെയിനും ഗിൽക്രിസ്റ്റ് മാത്രമേ ഉള്ളൂ. ഗിൽക്രിസ്റ്റ് ആണ് ആ കൂട്ടത്തില്. സ്റ്റീവോ നല്ലതായിരുന്നു. സ്റ്റീവോയൊക്കെ അന്ന് കളിച്ചില്ല, ആരിൽ ആ ടൈമില് സ്റ്റീവോ വിരമിച്ചു. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഷാർജ കപ്പിലൊക്കെ സമയത്തായിരുന്നു. ഷാർജ കപ്പ് കണ്ടിട്ടുണ്ടോ? അന്നൊക്കെ നമുക്ക് 4 വയസ്സാണ്. എനിക്ക് ഷാർജ കപ്പ് ഞാൻ പിന്നീട് കാണുന്നതാണ് ടിവിയിൽ വന്ന സമയത്ത്. ടിവിയിൽ ഹൈലൈറ്റ് കാണുന്നു. സച്ചിന്റെ ഡെസേർട്ട് സ്റ്റോം എന്ന് പറയുന്ന ഇന്നിങ്സ് ഫൈനലിൽ 135, അതിനു മുമ്പ് 148 എന്തോ അടിച്ചിട്ടുണ്ട് പുള്ളി. പക്ഷെ ഫെന്റാസ്റ്റിക് കളിയായിരുന്നു. കാരണം എത്രയും സ്കോർ ഇന്ത്യ ഇത്രയും ഓവർ എടുത്താൽ മാത്രമേ ഫൈനലിലോട്ട് പോകത്തുള്ളൂ. സച്ചിൻ നിന്നടിച്ചു. ബോളി കളിയായിരുന്നു. ഹൈലൈറ്റ്സ് ഉണ്ടായിരുന്നു. 2003 വേൾഡ് കപ്പിൽ ഷെയ്ൻ വോൺ അന്നില്ല, ആ ടീമിൽ ഇല്ലായിരുന്നു. അതെന്തോ പ്രശ്നം എന്തെങ്കിലും കണ്ടാൻ പറ്റി, പുള്ളി അതിലില്ല. പക്ഷെ അപ്പൊ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ്. പിന്നെ എപ്പോഴോ ഷെയ്ൻ വോൺ കൂടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അവതാരം കൂടെ ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ പിന്നീട് ടെസ്റ്റില് പിന്നെ നമുക്കൊരു സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയപ്പോഴാണ് ഷെയ്ൻ വോൺ ഇവിടെ വന്നത്. അപ്പൊ പിന്നെ ഒരു ഫാനായി. സത്യം പറഞ്ഞാൽ നമ്മൾ കാണാത്തൊരു കാലഘട്ടമുണ്ട് 80s. അത് നമ്മൾ ചിലപ്പോഴൊക്കെ പറ്റുകയാണെങ്കിൽ ടിവിയിലൊക്കെ ഇട്ട് യൂട്യൂബിലൊക്കെ അതിന്റെ വീഡിയോസ് ഉണ്ട്, അതിട്ട് കണ്ടു നോക്കണം. യൂട്യൂബിൽ കാര്യം ഞാൻ ഫാനായപ്പോ റിച്ചാർഡ്സിന്റെ കളിയാണ്. പക്ഷെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. വെസ്റ്റ് ഇൻഡീസിന്റെ പഴയ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് ജാംബോന്റെ അത് പക്ഷെ അതിന്റെ റെക്കോർഡിങ്സ് ഉണ്ടടാ. ഇപ്പൊ കപിൽ ദേവിന്റെ 175 നമ്മൾ തപ്പിയാലും കിട്ടൂല. അവിടെ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടില്ല. സിംബാബ്വേയുടെ അല്ല സിംബാബ്വേയുടെ ഒരു കളിയാണ്, ഒരു 175 അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷെ മറ്റൊരു കളി എല്ലാരും പറയുന്ന ഗവാസ്കർ ഒക്കെ ബെസ്റ്റ് ബാറ്റിംഗ് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബാറ്റിംഗ്. അല്ല നമ്മളിപ്പം എല്ലാ പ്ലേയേഴ്സിനെയും പറഞ്ഞാലേ ഇപ്പം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ്സ് ചില കളിക്കാർ കളിക്കുമല്ലോ. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണെങ്കിൽ ബംഗ്ലാദേശിന്റെ ഒരു കളിയിൽ ഒരു ത്രിരാഷ്ട്ര മത്സരം ഉണ്ടായിരുന്നു. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്. അതില് ശ്രീലങ്കയെ തോപ്പിച്ചിട്ട് അവന്മാർ നാഗിൻ ഡാൻസ് ആയി കളിച്ചിട്ട് ഇന്ത്യയുടെ ഒരു കളി കളിക്കും ഫൈനല്. ബംഗ്ലാദേശ് ഇന്ത്യയും. അതിൽ ഇന്ത്യ തോറ്റു നിൽക്കുമ്പം ദിനേശ് കാർത്തിക് വന്നൊരു അടി അടിക്കും. അത് സൗമ്യ സർക്കാരിന് അല്ലേ? പിന്നെ ഇപ്പോഴാണ് അതാണ്. അല്ല ഇങ്ങനത്തെ ചില ക്യാമിയോ ഇന്നിങ്സുകളുണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഗൂസ് ബംസ് വരുന്ന ചില ഇന്നിങ്സ് ഉണ്ട്. അതുപോലെ ഗാംഗുലി ഇടയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നൊരു കളിയുണ്ട്. ഇംഗ്ലണ്ടിൽ പോയപ്പോഴത്തേക്ക് സ്റ്റുവർട്ട് ബ്രോഡൊക്കെ ആയിട്ട് ആ സമയത്ത് ഉത്തപ്പ ഒരു ലാസ്റ്റ് ഓവർ ബാക്കിലോട്ട് തട്ടിയിട്ടൊരു കളി അത് വേറെ. അത് ഇംഗ്ലണ്ടിൽ ഇത് 2007 ഇംഗ്ലണ്ടിൽ പോയ ടൂർ എനിക്ക് ഓർമ്മയുണ്ട്. ടൈറ്റ് കളിയായിരുന്നു. അവസാനം എന്താ അവര് 300 എന്തോ അടിക്കും. അതിലാണ് മാസ്കരേനസിനെ 30 യുവരാജിനെ അടിക്കുന്നത്. ആ കളിയിൽ ഇന്ത്യ ജയിക്കും. ഉത്തപ്പ ജയിപ്പിക്കും. ബാക്കിലോട്ട് തട്ടി വെച്ചിട്ട് എന്താണ് കളി. എനിക്ക് ക്രിക്കറ്റ് എന്ന് ഓർമ്മ വരുമ്പോൾ പണ്ട് അപ്പൂപ്പനുമായിട്ടാണ് ഞാനിരുന്ന് കളി കാണുന്നത്. അപ്പം ക്രിക്കറ്റ് കാണാൻ അപ്പൂപ്പന് മോരുടെ സ്വഭാവമാണ്. പക്ഷെ ഈ ക്രിക്കറ്റ് കളി കാണാനൊക്കെ വന്ന് അടുത്തിരിക്കും. ആ സമയത്ത് ഭയങ്കര കാര്യമാണ്. നമ്മൾ ഒരുമിച്ചിരിക്കും. ഞാൻ അപ്പൂപ്പന്റെ കാലൊക്കെ തടവി ഇങ്ങനെ എണ്ണയൊക്കെ ഇട്ട് തടവി ഇരിക്കും. അപ്പം പറയും ഇവിടെ എണീറ്റ് കഴിഞ്ഞാൽ ഇതാവുമെന്ന് പറഞ്ഞ് ഞാൻ ഇരുന്ന് അവിടെ ഒരു തടവ് വരുന്നത്. എനിക്ക്
അതൊക്കെ ഓർമ്മയുണ്ട്. അപ്പൂപ്പനും ഞാനിരുന്നാണ് കളി ഫുള്ള് കാണുന്നത്. രാത്രി ലേറ്റ് ആയാലും ചിലപ്പോൾ 9-10 മണിയൊക്കെ ആവും. അന്ന് നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങൂലേ സ്കൂളിൽ പോകാൻ. അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വേറെ സീനില്ല. അപ്പൊ അന്ന് അപ്പൂപ്പനായിട്ടിരുന്നാണ് കളി കാണുന്നത്. അത് ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിക് സാധനമായിരുന്നു. എനിക്ക് ആ ഫൈനല് 2003 ഫൈനല് ഇത്തിരി ഒന്ന് വെച്ചാൽ ഇന്ത്യ കളിച്ച് അത് കളിച്ച് ഭയങ്കര രാമര് 350 ആദ്യമേ മനസ്സിലായി പെട്ടെന്നോട്ടൊന്ന് ഔട്ടാവും. അല്ല ചേസി തന്നെ 300 പ്ലസ് പോയി, 350 പോയി. 350. അന്ന് സേവക് മാത്രമേ നിന്നോളൂ. ഗിൽക്രിസ്റ്റ് സെഞ്ചുറി എന്തോ അടിച്ചു. ഗിൽക്രിസ്റ്റ് സെഞ്ചുറി അടിച്ച് എനിക്ക് റിക്കി പോണ്ടിങ് അടിച്ചു. പിന്നെ ടെണ്ടുൽക്കർ പോയപ്പോ തന്നെ മഗ്രാദിന്റെ ബോളില് ബ്രെഡ്ലി അല്ല മഗ്രാദിന്റെ ബോളില് യവനും അങ്ങനെ തന്നെ ഔട്ട് ആവണം. ഗാംഗുലിയും ഹൈ ക്യാച്ച് എന്തോ അടിച്ചാണ് ഔട്ട് ആവണെന്ന് തോന്നുന്നു. സേവാഗ് മാത്രമേ നിന്ന് വിക്കറ്റ് എടുത്തത്, ആരും വിക്കറ്റ് എടുക്കുന്നില്ല. ഫസ്റ്റ് കളി തന്നെ ആരും വിക്കറ്റ് എടുക്കാതെ. അല്ല, നിങ്ങൾ ആ ഫസ്റ്റ് ഓവർ കണ്ടായിരുന്നു? ഫസ്റ്റ് ഓവർ തന്നെ 2 വൈഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആകെ ഒരു വിക്കറ്റ് അവസാനത്തെ ഓവർ നെഹ്റ എന്തോ അതാണ് എനിക്ക് അവന്മാര് ഭയങ്കര ആ ഓസ്ട്രേലിയൻ ടീം എന്ന് പറഞ്ഞാൽ ആ സൈസ് ഉണ്ടല്ലോ, അത് തന്നെ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഹെയ്ഡൻ എന്ന് പറഞ്ഞ പണ്ടേ ഒരു മസ്കുലർ ബോഡിയാണ്. അങ്ങനെ ഇങ്ങനെ വന്ന് ബാറ്റിങ്ങിന് നിൽക്കുമ്പോ തന്നെ ഒരു നമ്മുടെ ഒരു നമുക്ക് സൂപ്പർ സ്റ്റാർസ് അങ്ങനെ ഒരുപാട് കഴിവുണ്ട് ബാറ്റ്സ്മാൻ. ഇപ്പൊ സച്ചിനെ പോലെ ബാറ്റ്സ്മാൻ ഇല്ലെന്ന് പറയാം, പക്ഷെ ആ ഒരു കോമ്പിനേഷൻ, ആ ടീമിന്റെ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഉണ്ടോ. അത് ഓസ്ട്രേലിയ പോലെ മൈറ്റി ഓസ്ട്രേലിയ അവര് ഏതറ്റം വരെയും പോവും ജയിക്കാൻ വേണ്ടി. അവസാന ഫീൽഡിംഗ് ആവട്ടെ ബോളിംഗ് ആവട്ടെ, മഗ്രാത്ത്, ബ്രെഡ്ലി, ഇടയ്ക്ക് വെച്ച് മൈക്കൽ ബെവനർ, പിന്നെ ഡാരൻ ലെവൻ സൈസ് ഉണ്ടെങ്കിൽ ഒന്ന് പടപടപടപടേ അടി. പിന്നെ മൈക്കൽ ബെവനുണ്ട്, ഡെവനുണ്ട്, ഇയാൻ ഹാർവി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. മറ്റേ ബോളും ചെയ്യും ബാറ്റിംഗും ചെയ്യും. 2003 വേൾഡ് കപ്പിലില്ല. ഗില്ലസ്പി ലാസ്റ്റ് ഇന്നിംഗ്സിൽ 200 അടിച്ചിട്ടാണ് പോണ, അറിയാമോ? അത് കഴിഞ്ഞ് ടീമിൽ എടുപ്പിച്ചിട്ടില്ല. പിന്നെ മറ്റേ നാക്ക് വെച്ചിട്ട് ഉണ്ടല്ലോ ഒരു സ്പിന്നർ, എനിക്ക് അവന്മാരിൽ ഇഷ്ടപ്പെട്ട വേറൊരു പ്ലെയർ സൈമൺസ് ആയിരുന്നു. ഭയങ്കര അണ്ടർറേറ്റഡ് കളിക്കാരനാണ്. ആ ടൈമില് അങ്ങനത്തെ ഒരു ഓൾറൗണ്ടർ ഇല്ലായിരുന്നു. മൊത്തത്തിൽ ഫീൽഡിങ്, ബാറ്റിംഗ്, ബോളിംഗ് ഫീൽഡിംഗ് ഭയങ്കര അവന്റെ സൈമൺസിന്റെ. പിന്നെ അവന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. ഫീൽഡില് ഓർമ്മ ഉണ്ടോ, കളിക്കാരെ ഇടയ്ക്ക് തടസ്സപ്പെടുത്താനൊക്കെ എവിടെയെങ്കിലും വരൂലേ, ഓടിപ്പോ ഇടിച്ചൊക്കെ ഇടോടാവൻ, പിടിച്ച് തള്ളണേക്കെ ഇത് പോയി ഇടിച്ചൊക്കെ ഇടുക. പിന്നെ അവര് ഭയങ്കര ബുള്ളിങ് ആയിരുന്നു ആ സമയത്ത്. അമ്പയറിന്റെ അടുത്ത് പറയും ഔട്ട്, ഡോമിനേറ്റിംഗ് ആണ്, അമ്പയർ ഇങ്ങനെ. അത് പണ്ട് പോണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പോണ്ടി മറ്റേ ക്യാച്ചൊക്കെ തറയെടുത്തിട്ടൊക്കെ പറയും ഔട്ടാണ്. ശരത് പവാർ വേൾഡ് കപ്പ് കൊടുക്കാൻ ഇങ്ങനെ തന്നിട്ട് തള്ളി മാറ്റി അല്ല ഇങ്ങനെ കൊണ്ടുവരാം, ഇങ്ങനെ എടുത്തിട്ട് മാറ്റി മന്ത്രിയാണ് എന്നുള്ള ഇത് പോലും ഇല്ല. ഇങ്ങനെ അങ്ങ് തള്ളി ഇങ്ങനെ അങ്ങ് മാറ്റും ഫ്രെയിമിൽ നിന്ന് അങ്ങ്. ആ ടൈമില് ഭയങ്കര എനിക്ക് തോന്നുന്നു ഭയങ്കര പത്രത്തിലൊക്കെ ഭയങ്കര ഇതായിരുന്നു, അപമാനിച്ചു എന്നൊക്കെ. പിന്നെ എനിക്ക് തോന്നി അവന്മാരുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതായത് മഗ്രത്ത് ഫ്രീ ആയിട്ട് ഞാൻ നടന്നു പോകണം കളി ഓസ്ട്രേലിയ കൂടെ, ആരും ശല്യപ്പെടുത്തുന്ന ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഒരു പഴയ ഒരു സ്റ്റാർ, ഇപ്പം സച്ചിൻ എന്ന് പറയണ്ട, വേറെ ഏതെങ്കിലും ഒരു സ്റ്റാർ ആണെങ്കിൽ നടന്നാൽ മതി, പൊതിയും. ഇന്നലെ വിരാട് കോഹ്ലി ചീത്ത വിളിച്ചു. അത് ഒരു ഓസ്ട്രേലിയയിൽ വെച്ച അവര് ഏതൊരു ഈ റിപ്പോർട്ടർ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ പുള്ളി ഫാമിലി ആയിട്ട് പോകണം, ഫോട്ടോ എടുത്തെന്നും പറഞ്ഞിട്ട് മോളുടെ ഫോട്ടോ എടുത്തെന്നാണ് പറയണത്. അങ്ങനെ അത് അവര് ഹീറ്റഡ് ആയി. ഇപ്പോഴും ഇന്ത്യ ഇതിലും പ്രശ്നം തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇന്ത്യ പാകിസ്ഥാൻ പോലെ തന്നെ ഒരു ഹീറ്റഡ് സാധനമാണ് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പൊ ഒരു ഹീറ്റഡ് അല്ല. അത് വരാറില്ല, വല്ലപ്പോഴേ വരാറുള്ളൂ. അത് ICC ടൂർണമെന്റ്സ് വരുമ്പോഴത്തേക്ക് അവർ മനഃപൂർവ്വം യാദൃശ്ചികമായി വരുന്നു എന്ന് പറഞ്ഞ് ഒരേ പൂളിൽ ഇടാറുണ്ട്. അത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, അത് വരാറുണ്ട്. അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓസ്ട്രേലിയ പോയി കളിക്കുക അതൊരു വൈബാണ്. കളി കാണുമ്പോ തന്നെ ഒരു വൈബ്. അല്ല, അത് ആ വീഡിയോ, ആ ബ്രോഡ്കാസ്റ്റ് കാണാൻ തന്നെ ഒരു രസമാണ്. ഇവിടത്തെ പോലെ അല്ല, നല്ല ക്വാളിറ്റി, നല്ല. ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് രണ്ടും ഏതാണ്ട് ഇംഗ്ലണ്ട് അടിപൊളിയാണ് കാണാൻ. നമ്മുടെ ജോജി ഇല്ലേ, ജോജി ഇപ്പൊ അങ്ങേര് ടിക്കറ്റ് എടുക്കാൻ നോക്കി, ഇല്ല, ക്യൂവിലാണ് തീർന്നത്. എന്തോ ചരിത്രത്തിൽ ഏറ്റവും വലിയ ബോക്സിംഗ് ഡേ ഇതിന് ഉണ്ടായിരുന്നു. ആഷസിന്റെ ഏകദേശം ആ പാറിൽ വരുന്ന രീതിയിലായിരുന്നു ഇത്തവണ ഇന്ത്യ ഓസ്ട്രേലിയയുടെ ടിക്കറ്റ് വിറ്റുപോയത്.
അത്രയ്ക്ക് അത്രയ്ക്ക് കിടിലമാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫി കഴിഞ്ഞ 4-3 ഇന്ത്യയിലല്ലേ ഇത്? കഴിഞ്ഞ 10 വർഷമായിട്ട് അത് തോറ്റിട്ടില്ല, ഇന്ത്യ തോറ്റിട്ടില്ല. അവന്മാര് സീരീസ് ജയിച്ചിട്ടില്ല കഴിഞ്ഞ 10 വർഷമായി. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഇത് എനിക്ക് ക്രിക്കറ്റിൽ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവിടെ സൂപ്പർ സ്റ്റാർസ് ഒരു കയറി വരും അല്ല ഇവിടെ ടീമില്. ഇവിടെ എന്നും സൂപ്പർ സ്റ്റാർസ് ഉണ്ടാവില്ലെങ്കിൽ ഉണ്ടാക്കും. കൾച്ചറൽ ആൾക്കാർ തന്നെ അത് കഴിഞ്ഞപ്പോ ഒരു എല്ലാരും ഈക്വൽ അല്ല. പക്ഷെ അവിടെ ഓസ്ട്രേലിയയിൽ എന്ന് പറഞ്ഞാൽ എല്ലാരും ടീമില് അന്ന് എനിക്ക് തോന്നണം ഹെയ്ഡനൊക്കെ കുറെ താമസിച്ചാണ് കയറിയത്. ടീമിൽ വന്നത് തന്നെ നല്ല എനിക്ക് തോന്നുന്നു പ്രൈം ഹെയ്ഡന്റെ പ്രൈം 32 ആ സമയത്തൊക്കെയാണ് അവിടെ ആ സമയം 28-29 ഒക്കെ ആവുമ്പോഴേ വരുള്ളൂ. അതിലിപ്പം നേരത്തെ വന്നത് എനിക്ക് തോന്നുന്നു ഒരു സ്റ്റീവ് സ്മിത്ത് ഉണ്ട്, പിന്നെ വാർണറിനെ നേരത്തെ എടുത്തിട്ടുണ്ട്. അല്ലാത്തവരെയൊക്കെ എനിക്ക് ഷെയ്മോൺ നേരത്തെ വന്നതാണെന്ന് തോന്നുന്നു. ഷെയ്മോൺ നേരത്തെ വന്നതാണ്. ഇങ്ങനെയൊക്കെ ഹെയ്ഡനൊക്കെ പറഞ്ഞിട്ടുണ്ട് 29-ലൊക്കെയാണ് അങ്ങനെ അങ്ങ് എത്തിയപ്പോഴാണ് അങ്ങനെ എടുത്തത്. ഈ സൂര്യകുമാറൊക്കെ വന്നില്ലേ, സൂര്യകുമാറൊക്കെ വന്ന പോലെയാണ് എടുത്തത്. അല്ല അവിടെ അത്രയും പാടാണ് കിട്ടാൻ. അന്ന് ആ ടീമിൽ മുഴുവൻ മറ്റേ 30 വയസ്സിന് മേലിലുള്ളവന്മാരാണ് എല്ലാവരും ഉള്ളത്. പിന്നെ അവന്മാരുടെ ആ ഒരു ബാഗി ഇതില്ലേ ക്യാപ്പ്, ബാഗി ക്യാപ്പ് ഉണ്ടല്ലോ, അത് ഒരെണ്ണേ കൊടുക്കുള്ളൂ ഒരാൾക്ക്. അത് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ് ആ സാധനം. അത് കിട്ടി, അത് നോക്കിയാൽ മതി. അത് ഉപയോഗിക്കണവന്മാരുടെ ഒക്കെ ഇതിലൊക്കെ പഴകിയിരിക്കും ചിലതൊക്കെ. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരെണ്ണേ കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞാലേ പിന്നെ എന്തോ കൊടുക്കുള്ളൂ. ഇന്ത്യയിലും അങ്ങനെ തന്നെയോ? അവരും അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഭയങ്കര സ്പെഷ്യലാണ് അവരുടെ ആ ഒരു ക്യാപ്പ്, ആ ഒരു ഗ്രീൻ ക്യാപ്പ്. ഗിൽക്രിസ്റ്റ് ഒക്കെ വിരമിച്ച ലാസ്റ്റ് കളിയിൽ നോക്കിയാൽ മതി, അങ്ങേരുടെ ഇവിടെയൊക്കെ ഇങ്ങനെ വേർപ്പൊക്കെ പറ്റി ഇരിപ്പുണ്ട്. ഗിൽക്രിസ്റ്റ് അത്യാവശ്യം നല്ല പ്രൈമിൽ നിന്നപ്പോഴാണ് പോയത്. അതിന്റെ ഒരു ഇത് കാണിക്കും. അതായത് ഒരു ക്യാച്ച് ഉണ്ട്, ആരുടെ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ക്യാച്ച് ഗിൽക്രിസ്റ്റിന്റെ കയ്യിൽ വരും, ലക്ഷ്മണന്റെ. അത് കണ്ടായിരുന്നു. കയ്യിൽ ക്യാച്ച് വന്നിട്ട് അങ്ങേര് സ്ട്രെയിറ്റ് അത് വിടുമ്പോഴത്തേക്കും തിരിഞ്ഞിട്ട് ഹെഡന്റെ പറയുമെന്ന് എനിക്ക് സമയമായി, റിട്ടയർ ആവാൻ സമയം എന്ന് പറയും. അങ്ങനെ നീ ഇതേപോലെ കുറെ വിട്ടില്ലേ, ഇത് ജസ്റ്റ് ഓവറാക്കി ചളാക്കാന്ന് പറഞ്ഞിട്ട് കളിയാക്കും. പുള്ളി അന്ന് വിരമിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഒരു 2-3 വർഷമൊക്കെ ചുമ്മാ പോവുമായിരുന്നു. ഇന്ത്യയിലാണെങ്കിൽ ഏകദേശം ഒരു 5 വർഷം അടിച്ചു ഫോമിൽ ആള്. അവർക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോർ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിക്ക് മാത്രമേ. പക്ഷെ ഇന്ത്യക്ക് അത് പ്രൊഫഷൻ മാത്രമല്ല, പ്രൊഫഷൻ മാത്രമല്ല, അത് ഭയങ്കര ഇൻകം ആണ് ജനറേറ്റ് ചെയ്യണം. ഈ ക്രിക്കറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് ഇത് എല്ലാം കൂടെ. ഈ 2003 വേൾഡ് കപ്പിന്റെ കാര്യം പറയുമ്പോഴേ ഹാർട്ട് ത്രോബ് ആയിരുന്നു ബ്രെറ്റ്ലി. ഒരു സ്വർണ്ണ തലമുടി, ഭയങ്കര ലുക്ക്, ഒരു ലീൻ മനുഷ്യൻ. പക്ഷെ അന്നുണ്ടല്ലോ, അന്ന് ചെറിയ പ്രായമായിരുന്നു. ഇത്രയും പേസ് അറിയുന്ന ഒരാള് ഡയറക്റ്റ് സച്ചിനെ വെല്ലുവിളിച്ചു. അന്ന് ഇന്ത്യയിലെ ആരായിരുന്നു അറിയാം? അനിൽ കുംബ്ലെ ആയിരുന്നു. അനിൽ കുംബ്ലെ ഭയങ്കര ഇമേജ് ആയിരുന്നു. അങ്ങനത്തെ ഒരു ഭയങ്കര ആൾക്കാർക്ക് ഇങ്ങനെ. പിന്നെ ആ സമയത്ത് എനിക്ക് തോന്നിയ ഒരു ബോളർ ഷെയ്ൻ ബോണ്ട്, ന്യൂസിലാൻഡിന്റെ നല്ല ഒരു ഭയങ്കര നല്ല പേസുമാണ് കാണാനും, നല്ല സ്വിങ്ങും ആണ്, ബോൾ നല്ല സ്വിങ് ആയി കാണാനും. പക്ഷെ പുള്ളിയുടെ കരിയർ പെട്ടെന്ന് തീർന്നു. എനിക്ക് സ്റ്റെയിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡെയിൽ സ്റ്റെയിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര കിടിലം ബോളിംഗ് ആയിരുന്നു. എനിക്ക് ഷെയ്ൻ ബോണ്ടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട്. ഞാൻ അതാണ് പണ്ട് എറിയാൻ വേണ്ടി നോക്കിക്കൊണ്ട്. അല്ല, എനിക്ക് ഷെയ്ൻ ബോണ്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇതിൽ തന്നെ രാജസ്ഥാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. കൊൽക്കത്ത ഇഷ്ടമായിരുന്നു, രാജസ്ഥാനെ തന്നെയായിരുന്നു ഞാനും. ആദ്യമായി ഷെയ്ൻ ബോണ്ടിന്റെ ചെറിയ ടീമായിരുന്നു. ബാക്കിയുള്ള 2008 ഫോറിൻ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ. ബാക്കി എല്ലാവരും പക്ഷെ ചെറിയൊരു ടീമായിരുന്നു. കോച്ചും ഷെയ്ൻ ബോൺ. അല്ല, ഷെയ്ൻ ബോൺ പറഞ്ഞിട്ടുണ്ട്, അത് രവീന്ദ്ര ഡേജെ കണ്ടുപിടിച്ചപ്പം ഷെയ്ൻ ബോൺ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ഒരു പുതിയ 2008 വേൾഡ് ഇത് IPL വേറൊരു വൈവി തന്നെയായിരുന്നു. സൂപ്പർ ആദ്യമായിട്ട് വന്ന സാധനമായിരുന്നു. ആദ്യം ഇത് എന്തോന്ന് സംഭവം പോലെ അറിഞ്ഞുകൂടാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ സൂപ്പർ സ്റ്റാർ ഒക്കെ ഒത്തു വരുന്നു. എന്ത് കൗതുകം വരുന്നു. അത് അതിന് മുമ്പ് എനിക്ക് ഫുട്ബോളിൽ മാത്രമേ അങ്ങനെ ക്ലബ് ചെയ്ത് ഇങ്ങനെ ഇത് സന്നദ്ധ ജയസൂര്യയും സച്ചിനും കോപ്പണിങ് ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷെയ്ൻ ബോൺ വരണ്ട്. ഷെയ്ൻ ബോൺ വന്ന് ഇത് സാധാരണ ഈ ഇവിടെയൊക്കെ ഇല്ല, മറ്റേ ഇംഗ്ലണ്ടിലെ ഓസ്ട്രേലിയയിലൊക്കെ 1-2 സൂപ്പർ സ്റ്റാർസ് ഔട്ട്സൈഡ് അവരുടെ കൺട്രിയിൽ നിന്ന് 1-2 സൂപ്പർ സ്റ്റാർസ് വല്ലപ്പോഴും ഇങ്ങനെ വിളിച്ചാര് കളിപ്പിക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഇത് ആഫ്രിക്കയും ഏഷ്യയും മാത്രമേ അങ്ങനെ ഈ രാജ്യങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ വരും. പിന്നെയുള്ള വേൾഡ് 11 എന്ന് പറഞ്ഞ ഗെയിമില്ലേ, വേൾഡ് 11. പക്ഷെ അതൊക്കെ അങ്ങനെ ഒരു ഇത് ആവൂല, അത്ര പബ്ലിസിറ്റി ഒന്നും വരൂലടാ. ഇതുപോലത്തെ ഒരു ദിവസത്തെ കളി പോവും, ഇത്രയും ഗ്ലാമർ കിട്ടൂല. ഇത് ഇങ്ങനെ എവിടെ പോയാന്തോ പിന്നെ സാധനം കളഞ്ഞിട്ട് പോയി. എന്നാലും ആ ഒരു സംഭവം എന്ത്
BCCI മാറിയില്ല. അതെ അതെ, എന്ത് പൈസയായി. സോ അതോടുകൂടി BCC ടോപ്പിലെത്തി. ഇപ്പൊ ICC പോലും കൺട്രോൾ ചെയ്യുന്ന BCC അല്ലേ. എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞ സൂപ്പർ സ്റ്റാർഡം സെറ്റപ്പാണ്, അത് ഇന്ത്യയിൽ ഭയങ്കര പ്രോമിനന്റ് ആണ്. അതൊരു പ്രശ്നമാണ്. അതായത് ഒരു ടീമിൽ വരുമ്പോഴത്തേക്ക് വലിയ പ്ലേയേഴ്സ്, അതെ അതെ, ഇന്ത്യൻ ടീമിനെക്കാട്ടി വലിയ പ്ലേയേഴ്സ്. മറ്റേ ഇത് പറയൂല എന്തോന്ന്, മൂർത്തിയേക്കാൾ വലിയ പ്രതിഷ്ഠ. അല്ല നമുക്ക് ഈ പേഴ്സണാലിറ്റി കൾട്ട് എന്ന് വിളിക്കാം. പേഴ്സണാലിറ്റി കൾട്ട് എന്ന് പറയാൻ പറ്റും അല്ലേ. അത് ആൾക്കാരാണ് ഒരു വ്യക്തി ടീമായിട്ട് മാറുന്ന ഒരു സ്ഥിതിയിലോട്ടല്ല, അവരെ സെൻട്രിക് ആയിട്ട്. എനിക്ക് തോന്നുന്നു അത് ഈ ധോണി വന്നപ്പോഴാണ് കുറച്ച് അങ്ങനെ ഒരു മാറ്റം തോന്നുന്നത് അല്ലേ. ധോണിക്കുണ്ട്, അതിനു മുമ്പ് സച്ചിൻ ഉണ്ടായിരുന്നു. സച്ചിൻ ഉണ്ടായിരുന്ന സമയത്ത് സച്ചിൻ അതുകൊണ്ട് സച്ചിൻ ഉണ്ടായിരുന്നു, പക്ഷെ സച്ചിൻ ക്യാപ്റ്റൻ ആയിട്ടില്ല. പക്ഷെ അത് ആഗ്രഹിച്ചിട്ടില്ല. പുള്ളിക്ക് ക്യാപ്റ്റൻ സ്ഥാനം പറ്റൂല വേണ്ടെന്ന് പറഞ്ഞ ബാറ്റിങ്ങിനെ ബാധിക്കുന്നുണ്ടപ്പോ പുള്ളി അത് വിട്ടു. ആദ്യമേ വിട്ടല്ലോ, 2000-ലെ കുറച്ചാലേ ഉണ്ടായിരുന്നുള്ളൂ. അതാ കോഴ വിവാദം വന്നതിന് ശേഷം സച്ചിൻ ഒരു കമാൻഡിങ് പവർ അങ്ങനത്തെ ഒരു സാധനം ഇല്ല. സച്ചിൻ പണ്ടേ ഒരു ജെന്റിൽമാൻ, പ്രോപ്പർ ജെന്റിൽമാൻ എന്നുള്ള രീതിക്ക് തന്നെയാണ് അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഈവൻ ദോ ആൾക്കാർക്ക് റെസ്പെക്ട്, ടീമിലുള്ളവർക്ക് ഭയങ്കര റെസ്പെക്ട് ആയിരിക്കും. പുതിയതായിട്ട് ഒരുത്തനൊക്കെ സച്ചിന്റെ അടുത്ത് ഞാൻ ഇന്നാളെ കണ്ടു, എന്തോ പറയും, ഋഷഭ് പന്ത് എന്തോ ചീത്ത വിളിക്കാനും പറയും, സച്ചിൻ അപ്പുറത്തേക്കാണെന്ന് ആരോ പറയും. അത് ഈവൻ ദോ സച്ചിനോട് നിന്നിട്ട് അവൻ ചീത്ത വിളിച്ചെന്ന് പറയുമ്പോഴേ അതെന്തോ വലിയ കാര്യം പോലെയാണ്. സച്ചിന്റെ അടുത്ത് ഈ പുതിയ ആൾക്കാർ അങ്ങനെ പറയൂല. ഇപ്പം മറ്റവന്മാര് പറയുമായിരിക്കും, നമ്മുടെ ഗാംഗുലി, ലക്ഷ്മണോ അല്ലെങ്കിൽ പറയും. പക്ഷെ ആ ഒരു ലീഗ് അല്ല സച്ചിൻ. ഇവരുടെ എല്ലാവരുടെയും കളിച്ചിട്ടുണ്ട് സച്ചിൻ. അങ്ങ് തുടങ്ങി സച്ചിൻ എന്ന് പറഞ്ഞാൽ മറ്റേ 16-ാമത്തെ വയസ്സിൽ ഈ തീയുണ്ട ബോളൊക്കെ വെച്ച് ഫേസ് ചെയ്ത് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അല്ല സച്ചിന്റെ പ്രൈം ടൈമിൽ ഫേസ് ചെയ്ത വക്കർ യൂനിവേഴ്സിനെയും വസീം അക്രമത്തിനെയും ഫേസ് ചെയ്തു. ആലോചിച്ച് നോക്ക്, സച്ചിനെ വല്ല ആ സമയത്ത് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റും, വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും ഇല്ല, ഒരു കത്തിക്കും സാധനം. അത്രയും കൾട്ടായിരുന്നു പുള്ളി. അല്ല എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ടീം ഫുള്ള് കൊണ്ടുപോയിരുന്നത് സച്ചിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അങ്ങേരത് ഡിസേർവ് ചെയ്യണമെന്നല്ല, അങ്ങേര് തന്നെ ആയിരുന്നു അതിന്. അല്ല നമ്മളിപ്പോ കളി കണ്ടാലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ നോക്കുന്നത് സച്ചിൻ ഉണ്ടോ, സച്ചിൻ ഔട്ടായോ, കളി തീർന്നെന്നുള്ള ഇതാണ് നമ്മൾ. പണ്ട് നമ്മളിപ്പം എല്ലാരും പറയുന്ന ക്ലീഷേ സാധനമാണ്, പക്ഷെ വീട്ടുകാർ പറയുക സച്ചിൻ ഔട്ടായില്ലേ പോയി കിടന്ന്. നമ്മളെ ആകർഷിച്ചത് സച്ചിൻ തന്നെയാണ്. അല്ല ഈ ധോണി എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് മുന്നേ ഉണ്ടായിരുന്നു ഈ സാധനം. നമ്മൾ എത്ര തവണ സച്ചിൻ ഔട്ടായ ഓഫാക്കിട്ട് പോകുന്നുണ്ട്. അല്ലടാ ഇപ്പോഴത്തെ പിള്ളേരെന്നല്ല, ഇപ്പൊ കളി കാണുന്ന കുറെ ആൾക്കാർ പറയാറുണ്ട് സച്ചിനെക്കാളും കിടിലമാണ് ആര്, കോഹ്ലി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമുക്കത് ഇവരുടെ എല്ലാം കളി കണ്ട എല്ലാവരും യുണീക്കാണ്. പക്ഷെ സച്ചിന്റെ ഒരു ലീഗ് വേറെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറയാം, സച്ചിൻ ഫേസ് ചെയ്ത പ്രൈം ടൈം ഫേസ് ചെയ്ത വക്കർ യൂണിവേഴ്സിനെയും വസീം അക്രമത്തിനെയാണ്. അതുപോലത്തെ ഒരു ബോളർ ഇപ്പൊ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ ബോളർ ബുംറ മാത്രമേ ഉള്ളൂ. പക്ഷേ വക്കർ യൂണിവേഴ്സിന്റെ എനിക്ക് തോന്നിയത് അന്ന് ഇത്രത്തോളം എളുപ്പമായിരുന്നില്ല ബാറ്റ്സ്മാൻമാർക്ക്, ഫേവറബിൾ ആയിരുന്നില്ല. ഇതായിരുന്നു അല്ല സച്ചിന്റെ ഫസ്റ്റ് കളിയിൽ അവൻ ഇറങ്ങി 6 അടിക്കുന്ന ഒരു ഇതുണ്ട്. മറ്റേ അങ്ങേര് എന്തോ പേര് പറഞ്ഞു, ഒരാളിനെ ഒരു സ്പിന്നറിനെ 6 അടിക്കും. അപ്പം വേറൊരാൾ ഒരു മൂത്ത സ്പിന്നർ എന്ന് പറയും, നീ വേണമെങ്കിൽ എന്നെ അടിച്ചാൽ നോക്കാൻ പറയുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 4 6 അടിക്കും. അതിന്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ നോക്കിയാൽ മതി, ആ ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. അതും പിന്നെ അന്ന് ബോളേഴ്സിന് ഇത്രയും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലടാ, കുറച്ചും കൂടിയൊക്കെ ബൗൺസേഴ്സ് അഗ്രസീവ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ വസീം അക്രത്തിനെ പോലത്തെ ഒരു ബോളർ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഈ റിവേഴ്സിങ് അങ്ങനെ പേസ് എന്ന് പറഞ്ഞാൽ വലിയ പേസ് നമ്മൾ കണ്ടു തുടങ്ങിയപ്പോഴേക്കും അങ്ങനെ എന്തോ ഒരു ഭയങ്കര സ്വിംഗ്, അങ്ങോട്ടും പുള്ളിയുടെ കൈ ആക്ഷൻ ഈ ഇതില്ലേ റിസ്റ്റിന്റെ ആക്ഷൻ അങ്ങനെയാണ്. നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ വിടുന്ന പുള്ളി ഇങ്ങനെ അടിച്ചാ വിടുന്നത്. അപ്പൊ അതുകൊണ്ടാണത് ഭയങ്കര സ്പീഡോ അങ്ങനെ ഒന്നും ഇല്ല. ആവറേജ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ബോളിംഗ് എടുത്ത് നോക്കിയാൽ മതി, ചുമ്മാ ഇങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല എങ്ങോട്ട് വരും. എല്ലാരും ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മഗ്രത്തിന്റെ സത്യം പറഞ്ഞാൽ മഗ്രത്തിനെ പോലെയൊക്കെ തന്നെയാണ് പാറ്റ് കമ്മിൻസും അങ്ങനെയൊക്കെ തന്നെ ഒരു ലൈൻ ലെങ്ത് നോക്കിയാൽ
സച്ചിന് തന്നെ ഭയങ്കര ടഫായിരുന്നു മഗ്രത്തൊക്കെ. സച്ചിന് കുറച്ച് കളികളിലെ കുറച്ചൊന്ന് മുട്ടടിച്ചത് മഗ്രത്തിന്റെ കൂടെ. പിന്നെ അക്തറിന്റെ അടുത്തും കുറച്ചൊക്കെ ഈ മഗ്രത്ത് കളിച്ചിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ അക്തറും കുറച്ച് ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മഗ്രത്തെ നമ്മൾ കണ്ടാ വിചാരിക്കും ഭയങ്കര ജെന്റിൽമാൻ ആണ്, പക്ഷെ ഭയങ്കര ഭയങ്കര ആയിരുന്നു. ഈ ബോളർ ചെയ്യുമ്പോൾ ഭയങ്കര ബുള്ളി. സച്ചിനും ഒരു തവണ പുള്ളി ചെയ്തിട്ടുണ്ട്. അത് പറയും, സച്ചിൻ ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറയും, അതായത് അതൊരു പ്ലാൻ ആയിരുന്നു, ആദ്യമേ ഇതാക്കിയിട്ട് അടിച്ചു തുടങ്ങും. സച്ചിനും ഗാംഗുലിയും കൂടെ ഇത്. പക്ഷെ ഒരു പ്ലാൻ. ഇവര് പറഞ്ഞതിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ആ ഇതില് അവര് കുറച്ചുകൂടി ജെന്റിലായിരുന്നു. ഇപ്പം സൗരവ് ഗാംഗുലി വന്നപ്പോഴത്തേക്കും ടീം കുറച്ചും കൂടി സൗരവ് ഗാംഗുലിയാണ് ടീമിനെ അഗ്രസീവിലോട്ട് മാറി. അഗ്രസീവായി, പക്ഷേ ബട്ട് സ്റ്റിൽ അത്ര പ്രൊഫഷണൽ ആയിരുന്നില്ല. ഈവൻ ഗാംഗുലിയുടെ സമയത്തും ഫീൽഡിംഗ് ഒന്നും ഭയങ്കര കിട്ടില്ല. കുറച്ച് പേരുണ്ട്, അതായത് നമ്മുടെ യുവരാജും കെയ്ഫൊക്കെ ഉണ്ട്. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കൈയൊക്കെ പൊക്കണ ഞാനും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ബോൾ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് കൈ വെക്കും പുറകിൽ പിടിക്കാൻ. പക്ഷെ ഇപ്പോഴത്തെ അതിൽ അത് മാറി. ഇപ്പോഴും പേസ് ഒന്നും പേടിയൊന്നുമില്ല. അന്ന് ഷോർട്ട് പിച്ച് ബോളൊക്കെ ഇത്തിരി പേടിയായിരുന്നു, പേസ് ഒക്കെ ആകുമ്പോഴത്തേക്കും പേടിയാവും. പക്ഷെ ഇപ്പൊ അത് മാറി. ഇന്ത്യക്കാരൊക്കെ ആണെങ്കിലും അത് കുറച്ചും കൂടി ഇന്ത്യയിൽ ഇമ്പ്രൂവ് ആയെന്ന് എനിക്ക് തോന്നുന്നു. ബാറ്റ്സ്മാൻമാർ വന്നാലും അങ്ങനെ ഒരു ഇതില്ല. ടൈമില് അത് ഇന്ത്യ ഭയങ്കര ഇതായിട്ട് ഇരുന്നപ്പം പുള്ളിയാണ് എല്ലാം ബിൽഡ് ചെയ്ത് ഓരോ ബാക്ക് ചെയ്ത് എല്ലാരെയും ബാക്ക് ചെയ്ത് കുറച്ചും കൂടെ ഒരു സെറ്റ് ആക്കി ടീം ബിൽഡ് ചെയ്ത്. സൗരവ് ഗാംഗുലി പണ്ട് ഭയങ്കര സബ്മിസീവ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. ഇപ്പൊ അവന്മാരെ വായിരിക്കണ കേട്ടോണ്ട് പോകുന്നു എന്നുള്ളൊരു ടീം. ഇംഗ്ലണ്ടൊക്കെ നല്ല അങ്ങനത്തെ രീതിയിൽ കളിയാക്കിയൊക്കെ തന്നെയാണ് ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഓസ്ട്രേലിയയിലൊക്കെ പോയി ഭയങ്കര ടഫ് ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കും ജയിക്കാൻ പറ്റും എന്നുള്ളൊരു ഇതൊക്കെ ആക്കിയത് അല്ല. ഇങ്ങനെ താമസിച്ചേ മനഃപൂർവ്വം ചിലപ്പോൾ താമസിച്ചൊക്കെ പോകുമായിരുന്നു ടോസിന് ഗാംഗുലി. ഓസ്ട്രേലിയക്കാര് അങ്ങനെ ലൈഫിൽ നിൽക്കൂല, പക്ഷെ അങ്ങേര് വെയിറ്റ് ചെയ്യിക്കുമായിരുന്നു. അത് മനഃപൂർവ്വം ചെയ്യുന്ന ടാക്ടിക്സ് ആണ്, ചൊറിയാൻ വേണ്ടിയിട്ട്. മറ്റവന്മാര് സ്ഥിരം ഇങ്ങോട്ട് ചെയ്യുന്ന ടാക്ടിക്സ് ആണ് അവന്മാർ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു ടീമിനെ ബിൽഡ് ചെയ്ത്. അതായത് ഒരു ട്രസ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈവൻ അങ്ങേര് ബാക്ക് ചെയ്യണ കളിക്കാരൊക്കെ ആണെങ്കിലും ചാൻസ് അങ്ങേര് വാങ്ങിച്ചു കൊടുക്കും. അതായത് ഡ്രോപ്പ് ആവുമോ എന്നുള്ളൊരു ഇതൊന്നുമില്ല. ഹർഭജനെയൊക്കെ പച്ചരൊക്കെ ഇതിലൊക്കെ പോയിട്ട് ഹർഭജനെ വിളിച്ചോണ്ട് വന്ന് കളിപ്പിച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഗാംഗുലി ഔട്ട് ടീമിൽ നിന്ന് ഔട്ടായപ്പം ഓട്ടോമാറ്റിക്കലി കുറച്ചു പേരും ഔട്ടായി. കെയ്ഫ് ഒക്കെ അതുവരെ ഉണ്ടായിരുന്നുള്ളൂ, അതിനുശേഷം കെയ്ഫ് പോയി. അതെ 2008 അല്ലേ? 2008 ഒരുമിച്ച് എല്ലാരും കൂടെ അങ്ങ് ഡ്രോപ്പ് ആയല്ലോ, 2005 ഡ്രോപ്പ് ആക്കിയല്ലോ. ആ ടൈമിൽ കുറച്ചു പേരും കൂടെ ചാപ്പല് വന്നിട്ട്. ഞാൻ ഭയങ്കര സൗരവ് ഗാംഗുലി ഫാനായിരുന്നു. ഞാനും സൗരവ് ഗാംഗുലി. നമ്മൾ പണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് IPL കാണാൻ, നടന്നില്ല. നീയല്ലേ പണ്ട് മറ്റേ ബാറ്റിൽ ബ്രിട്ടാനിയ എന്നൊക്കെ എഴുതിച്ചോണ്ടെന്ന്? അത് നീയാണോ? ആരോ ഒരാള് ഓർമ്മയില്ല. എനിക്ക് MRF ബാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. MRF ബാറ്റ് എനിക്കുണ്ടായിരുന്നു. നീ തന്നെയാണ് ബ്രിട്ടാനിയ ബാറ്റ് എന്ന് എഴുതി കൊണ്ടുവന്നത്. നമ്മള് പണ്ട് സ്കൂളിൽ തടി ബാറ്റ് മറ്റേ ഇതല്ലേ മടൽ വെട്ടിയിട്ടില്ലേ? എനിക്ക് ബ്രിട്ടാനിയ എഴുതാൻ വയ്യാത്തോണ്ട് ഞാൻ മറ്റേ മടലില് MRF എഴുതിയിട്ടുണ്ട്. കാര്യം ബ്രിട്ടാനിയ എഴുതാൻ കുറച്ച് പാടായിരുന്നു. എനിക്ക് MRF ഇഷ്ടമായിരുന്നു. MRF എഴുതാം. എനിക്ക് SG ഒക്കെ ഇഷ്ടമായിരുന്നു. ഒരുപാട് ബ്രിട്ടാനിയ ദ്രാവിഡ്, ഹീറോ ഹോണ്ട, ധോണി റീബോക്ക് MRF രണ്ടുപേരേ ഉള്ളൂ. ബ്രെയിൻ ലാറയില് ബ്രെയിൻ ലാറ, സച്ചിൻ രണ്ടുപേരുണ്ടായിരുന്നു ആ സമയത്ത്. എനിക്ക് MRF ഷുമക്കാർ ഇതിന് അഡ്വർടൈസ്മെന്റ് അവർ 3 പേരുമാണ്. ബ്രെയിൻ ലാറ, സച്ചിൻ, ഷുമക്കാർ, മൈക്കിൾ ഷുമക്കാർ. അല്ല, ഇപ്പം ഞാൻ ഗാംഗുലി ഫാൻ ആണെങ്കിലേ ഗാംഗുലി റിട്ടയർ ആയപ്പോഴും എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ സച്ചിൻ റിട്ടയർ ആയതിന്റെ അന്ന് ഞാൻ അത് കണ്ടിട്ട് കരഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നമ്മള് കരയണോന്ന് വെച്ചിരിക്കണേ അല്ലെ, നമ്മളിങ്ങനെ കണ്ടിരുന്നിട്ട് അങ്ങനെ ഇങ്ങനെ കളി തീരുമ്പോ നമുക്കൊരു എന്തോ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും. ആക്ച്വലി നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ട് അതോടെ പോയത്. നമ്മുടെ പാർട്ട് പറയണത് ഞാനൊരു ഗാംഗുലി ഫാൻ എന്നാണ്, പക്ഷെ സച്ചിൻ ഫാനാണെന്ന് പറയൂല. പക്ഷെ എനിക്ക് ഭയങ്കര ഗാംഗുലി ഇത് ചെയ്തപ്പോ ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. ഈ ക്രിക്കറ്റ് നമ്മളൊരു സ്പോർട്ട് കാണുമ്പോഴും നമ്മൾ അതിലോട്ട് ഫാനായി പോകുമ്പോഴ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഇവർ നിർത്തും. അത് ഭയങ്കര പെയിൻഫുൾ ആണ്. ബാക്കിയുള്ള ഈ സിനിമ പോലെയല്ലല്ലോ, നമ്മൾ അത്രയും ആരാധിച്ചു വരുമ്പോഴ് ഇവര് കുറച്ച് ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ പ്രൈം ടൈം എന്ന് പറഞ്ഞാൽ 30-35 ഒക്കെ ആകുമ്പോഴത്തേക്കും. പക്ഷെ എനിക്ക് നമ്മൾ ഇപ്പോൾ ഉള്ള പ്ലേയേഴ്സ് പോകുമ്പോൾ അത്രയും വിഷമമുണ്ട്. പക്ഷെ എനിക്കിപ്പം റീസെന്റ് അശ്വിൻ പോയ സമയത്ത് എനിക്കൊരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. അശ്വിൻ പോയ സമയത്ത് എനിക്കൊരു വിഷമം തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. മേ ബി പുള്ളി ഭയങ്കര ഇന്റലിജന്റ് ബോളർ ആയതുകൊണ്ടായിരിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി. ഭയങ്കര ക്രിക്കറ്റിംഗ് ബ്രെയിൻ ആണ് അശ്വിൻ. ഒരു അണ്ടർ റേറ്റഡ് ഇതാണ്. അല്ല, അശ്വിൻ ഒരു ലെജൻഡാണ്.
അതായത് നോക്കുമ്പോഴത്തേക്കും കുറെ റണ്ണും അടിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. സെഞ്ചുറി ഉണ്ട്, എനിക്ക് 4-5 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ഓർമ്മയുള്ള മറ്റേ വൈഡിന് വേണ്ടി മാറിയത് അത് ഇത്തിരി തല അല്ല, ഒരു മനസാന്നിധ്യം വേണം അവിടെ. അതാണ് തല എന്ന് പറഞ്ഞുകൊണ്ട് വെക്കാൻ പറ്റില്ല. ആ സമയത്ത് വൈഡ് ആയിരിക്കും, മാറിയില്ല, അത് മാറി സ്റ്റംപിലാണ് കൊള്ളണമെങ്കിൽ ചാൻസ് ഉണ്ട്. ബുദ്ധി മാത്രമല്ല, പ്രസൻസ് ഓഫ് മൈൻഡ്. അശ്വിന് ഇതൊന്നും ഒരു സ്പിന്നർ ആകുമ്പോഴും പ്രസൻസ് ഓഫ് മൈൻഡും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. ഒരു സ്പിന്നറായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അടി ഒരു ദാക്ഷിണ്യം ഇല്ലാതെ അടി കിട്ടേണ്ടി വരും. എന്നാലും നമ്മള് അടുത്ത ബോള് ഇത് ചെയ്യാൻ പാടില്ല. നീ നിന്റെ ഇതിൽ നിന്നാണ് പറയണത്, എന്റെ ഇതിന്നല്ലടാ. നല്ല പ്രസൻസ് ഓഫ് ബാറ്റ്സ്മാനും ഉണ്ട്. അതല്ലടാ, ഒരു സ്പിന്നിങ് എന്ന് പറഞ്ഞാൽ ടഫ് സാധനമാണ്. കാരണം ഒരു 2-3 അടിയൊക്കെ കിട്ടിയിട്ടായിരിക്കും പിന്നെ. പക്ഷേ മോസ്റ്റ് എൻജോയബിൾ ആണെന്ന് ഞാൻ പറയും. മോസ്റ്റ് എൻജോയബിൾ ആണ്. ഷെയ്ൻ വോണൊക്കെ എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ, ഇവരെല്ലാരും ഈ സ്പിന്നേഴ്സ് എല്ലാം കുറച്ച് തല ഉപയോഗിച്ചല്ലേ എറിയാൻ പറ്റും. പക്ഷെ അത് കുറച്ചുകൂടെ എന്താ പറയാ, ഫാസ്റ്റ് ബോളേഴ്സിന് കുറച്ചുകൂടെ പേസും അതിനൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. പക്ഷെ മറ്റേതിനെ കുറച്ചുകൂടെ തിങ്കിങ് ആണ്. ഫാസ്റ്റ് ബോളേഴ്സ് കുരുക്കണം, അതായത് 2-3 കാരണം ബാറ്റ്സ്മാന് ഒരു അടിക്കണമെന്ന് തോന്നിക്കണം, ടെംപ്റ്റ് ചെയ്യിപ്പിക്കണം. പിന്നെ ഇങ്ങനെ ഫാസ്റ്റ് ബോളേഴ്സ് ആണെങ്കിൽ അത് ചെയ്യാറുണ്ട്, മറ്റേ ഒരു സെറ്റ് ചെയ്ത് മാറ്റി എറിയും. അതേപോലെ സ്പിന്നിലും ചെയ്യാറുണ്ട്. പക്ഷെ ഇത് കുറച്ചും കൂടി ലൂർ ചെയ്യും ആൾക്കാരെ, ഇങ്ങനെ കുറച്ചും കൂടി ലൂർ ചെയ്യും, അടിക്കാൻ പ്രേരിപ്പിക്കുക, ഭയങ്കരമായിട്ട് പാളിപ്പോവുകയും ചെയ്യും. ചെലവന്മാരൊക്കെ എടുത്ത് കൊടുത്തു കളയും. ഇപ്പം സേവകൊക്കെ ആണെങ്കിലേ, സേവക പറയുമല്ലോ സ്പിന്നേഴ്സിന് ഇതാണ്, അത് ഓഫ് സ്പിന്നേഴ്സിന് പുള്ളി ഓഫ് സ്പിന്നേഴ്സിന് ബോളേഴ്സായിട്ട് കൂട്ടിയിട്ടില്ല. അല്ല, ചിലവര് എനിക്ക് തോന്നിയിട്ടുണ്ട്, ചിലവര് ബാറ്റ് ചെയ്യുമ്പോഴേ ഈ സ്പിന്നർമാരെ ഒരു ലാഘവം ഇല്ലാതെ എന്ന് വെച്ചാൽ സ്പിന്നിങ് അവരെ ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ അവർ അതിൽ ഔട്ട് ആവുമായിരിക്കും. ഒരു ടഫ് സ്പിന്നർ ഒരു ടഫ് അല്ലാത്തൊരു ആറ്റിറ്റ്യൂഡിൽ കളിക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് ചിലർ ഈ നല്ല ഹാൻഡ് പവറും ആരോഗ്യമൊക്കെ ഉള്ളവർക്ക്. സേവാഗ് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ പറയട്ടെ, കെവിൻ പീറ്റർസൺ തോന്നിയിട്ടുണ്ട്, ഗാംഗുലി തോന്നിയിട്ടുണ്ട് സ്പിന്നിന് കളിക്കണത്. പിന്നെ കുറെ പേര് അങ്ങനെ സ്പിന്ന് കളിക്കുമ്പോഴും ചുമ്മാ എഫേർട്ട്ലെസ് ആയിട്ട് ഒരു ആറ്റിറ്റ്യൂഡ്. മുരളി പറഞ്ഞിട്ടുണ്ട്, മുരളി ഏറ്റവും കൂടുതലും ഇത് ചലഞ്ച് ചെയ്തത് സേവാഗാണ്, അടിക്കും. അല്ല, ഒരു മെൻഡിസിന്റെ കരിയർ ഭയങ്കര ഇതായിട്ട് വന്നതാണ്, കരിയർ തീർത്തത് സേവാഗ്. കൂടുതൽ അടിച്ച് ഞാൻ കണ്ട ഓർമ്മ അഫ്രീദിയൊക്കെയാണ്. അഫ്രീദിയായിട്ടല്ലെങ്കിലും അഫ്രീദി ചൊറിയാനടാ. അഫ്രീദി സത്യം പറഞ്ഞാൽ ആദ്യം പേസ് അറിയായിരുന്നു, പിന്നെ സ്പിന്നായി, പിന്നെ അല്ല പുള്ളി ആദ്യം നല്ല സ്പിൻ അങ്ങനെ പറഞ്ഞത്, പിന്നെ കുറച്ച് പേസ് കൂട്ടി. സത്യം പറഞ്ഞ അഫ്രീദി ബാറ്റ്സ്മാൻ ഒക്കെ നല്ലത് ബോളറായിരുന്നു. അഫ്രീദി ബാറ്റ്സ്മാൻ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കും. ഞാൻ അഫ്രീദി ഇതുവരെ നല്ലൊരു ഇന്നിങ്സ് ഞാൻ ടി വി പൊട്ടിത്തെറിയെ കണ്ടിട്ടുണ്ട്, അടിയൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു സെഞ്ചുറി ഫാസ്റ്റ് സെഞ്ചുറി അടിച്ച ആളെന്നറിയാം, പിന്നെ ഒരുപാട് 6 അടിക്കുമെന്നറിയാം. ഞാൻ കണ്ടതിൽ അങ്ങനെ ഒരു ഇന്നിങ്സ് ഞാൻ ബിൽഡ് ചെയ്ത് കണ്ടു. നല്ല ബാറ്റ്സ്മാൻ ആയിരുന്നു അബ്ദുൾ റസാഖ്. നല്ല ബോളറായിരുന്നു. സച്ചിൻ പറഞ്ഞിട്ടുണ്ട്, സച്ചിനെ ചലഞ്ച് ചെയ്തൊരു ബോളർ അബ്ദുൾ. നല്ല രസമാണ് അങ്ങനെ ബോൾ. ഇവിടെ വരുമ്പോ ഒരു പോസ് പോലെ ഉണ്ട് റസാഖിന്. അബ്ദുൾ റസാഖ് നല്ല ബാറ്റ്സ്, അത് അഫ്രീഡിയെക്കാട്ടിയും ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നുന്നു. ഷമീര സ്റ്റൈലും അബ്ദുൾ റസാഖ് ഒരു ഏതാണ്ട് ഒരുപോലെ വരൂലേ? എനിക്ക് തോന്നുന്നു ഇപ്പം അശ്വിൻ ഈ മിഡിൽ വെച്ച് റിട്ടയർ ആയപ്പോഴേ കുറച്ചും കൂടി മിഡിൽ വെച്ചിട്ട് റിട്ടയർ ആകുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്ക് ഒരു പ്രഷർ എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞ ഇപ്പൊ അശ്വിൻ റിട്ടയർ ആവുകയാണെങ്കിൽ ഐഡിയലി കോഹ്ലിക്കും രോഹിത്തിനും സത്യം പറഞ്ഞ സമയമായി ടെസ്റ്റ് ചെയ്യുന്ന. ഇപ്പം കോഹ്ലി നല്ലൊരു ഇന്നിങ്സ് ഇപ്പൊ ഇതിലൊരു സെഞ്ചുറി അടിച്ചു, ബട്ട് എന്നാലും കുറെ നാളായി. പക്ഷെ കുറെ നാളായി. ഇപ്പം എനിക്ക് രോഹിത് വൺഡേയിലും 20 കളിക്കും, ഓക്കെ കളിച്ചിട്ടുണ്ട്. ഓഫിൽ എറിയണ എല്ലാം ഔട്ട് ആവുന്നത് അത് കോഹ്ലിയാണ്. കോഹ്ലിയും ഉണ്ട്. രോഹിത് ഓഫിലല്ലടാ, രോഹിത്തിന് വരണത് ഒരു ലെങ്ത് ബോൾ കറക്റ്റ് സ്റ്റംപിലോട്ട് വരുന്ന ഒരു ബോൾ ഉണ്ട്, അത് എപ്പോഴും ഔട്ട് ആവും. ബൗൾഡ്, സ്ഥിരം ബൗൾഡ് ആണ്. രോഹിത് ഒരു ടെസ്റ്റ് ഒരു നല്ലൊരു ബാറ്റ്സ്മാൻ അല്ല. വേറൊരു പ്ലെയർ ആണെങ്കിൽ ഇപ്പം ഈ സെയിം അവസ്ഥയിൽ ഇപ്പം ടെസ്റ്റില് അശ്വിനും വിരാട് കോഹ്ലിയും രോഹിത് ടെസ്റ്റിൽ കൂട്ടണ്ട. ഇവരും അശ്വിൻ എങ്ങനെയാണ് അതേപോലെ അല്ലേ വിരാട് കോഹ്ലി. നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അശ്വിന്റെ ഈക്വൽ ഇമ്പോർട്ടന്റ് ഇതേ ഉള്ളൂ. അശ്വിനാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ടീമിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം കുറച്ചും കൂടെ ബാറ്റും ചെയ്യാറുണ്ട്, അതെ, ബോളിംഗും ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല തലയുമാണ്. ടെസ്റ്റിൽ ഒരു ഈക്വൽ ലെജൻഡ് എന്ന് പറയാം കോഹ്ലി. ടെസ്റ്റില് സ്പിന്നേഴ്സിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൂടുതൽ ഓവേഴ്സ് അവരായിരിക്കും. അല്ല, അങ്ങനെ സത്യം പറഞ്ഞ ക്യാപ്റ്റൻ ആവാനുള്ള മെറ്റീരിയൽ ആയിരുന്നു ടെസ്റ്റില് അശ്വിൻ.
പക്ഷെ അത് കിട്ടിയിട്ടില്ല. അതെനിക്ക് ഈ സ്റ്റാർഡത്തിന്റെയും കൂടി ഇതാണ്. ആയിരിക്കും. സ്റ്റാർഡത്തിന്റെ ഇതിൽ തന്നെയാണ് കോഹ്ലിക്ക് അല്ലെങ്കിൽ ഇപ്പൊ ബുംറ കിട്ടിയതോ അവർക്ക് പോയത്. അതിപ്പോഴല്ലേടാ. അതിനാ അതും സ്റ്റാർഡം തന്നെയാണ്. പക്ഷെ അല്ല കൂടുതൽ ബോളേഴ്സിന് എങ്ങനെ കൊടുക്കാറില്ല. ബോളേഴ്സിന് കൊടുക്കാം. ഇപ്പൊ പാറ്റ് കമ്മിൻസിന് മാത്രം എങ്ങനെയൊക്കെ കിട്ടിയത് അല്ല. കുംബ്ലെ കുറച്ച് ആളുണ്ടായിരുന്നു, കുറച്ച് ആളെ ഉള്ളായിരുന്നു. പക്ഷെ നല്ലതായിരുന്നു കുംബ്ലെ. അത് ആ ടൈമില് ദ്രാവിഡ് വിരമിച്ചപ്പോഴ് ധോണി ഭയങ്കര ജൂനിയർ ആയിരുന്നു, ഒരു ടെസ്റ്റ് ക്യാപ്റ്റൻ. അതുകൊണ്ട് കുംബ്ലെ ആയതാണ്. പക്ഷെ കുംബ്ലെ ഭയങ്കര ടഫായിരുന്നു. റേറാ ഈ ബോളർ ക്യാപ്റ്റൻ ആവണം. ഇപ്പൊ പാറ്റ് കമ്മിൻസ് പാറ്റ് കമ്മിൻസ് തന്നെ നല്ല ക്യാപ്റ്റനാണ്. അല്ല സത്യം പറഞ്ഞ ആ ഒരു ഭയങ്കര ഒരു സ്റ്റാർഡം ഉള്ളതുകൊണ്ടല്ലേ അവരിപ്പോഴും അങ്ങനെ തന്നെ ടീമിന്. രോഹിത് കടിച്ചു തൂങ്ങിയിരിക്കും പോലെയാണ് എനിക്ക് തോന്നിയത്. സീരിയസ്ലി മിക്കവാറും മുംബൈ ഫാൻസ് വന്ന് ഇടിക്കും. അല്ല സീരിയസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ഒരു നല്ലൊരു റെഡ് ബോൾ ബാറ്റ്സ്മാൻ അല്ല. ഈ പുജാരെ മാറ്റി രോഹിത്തിന് സ്ഥാനം അത് തന്നെ സ്റ്റാർഡം മാത്രം. പുജാരെ രോഹിത്തിനെയും പുജാരയും രഹാനെയും മാറ്റിയതിന്റെ ഇത് പറഞ്ഞത് ഏജ് ആയെന്നാണ്. പക്ഷെ ഏകദേശം സെയിം ഏജാണ് രോഹിത്തിനും കോഹ്ലിക്ക്. അത്ര ഇല്ല, ബട്ട് സ്റ്റിൽ 1-2 വയസ്സേ കാണും. പക്ഷെ അവർക്കില്ലാത്ത ഏജ് കൺസേൺ എങ്ങനെ എവർക്ക് വന്നു? പക്ഷെ കുറച്ചും കൂടി നല്ല ബാറ്റ്സ്മാൻമാരാണ്. അവർക്ക് ഇത്രയും ബാക്കപ്പ് കിട്ടിയിട്ടില്ല. രഹാനെ ഒരു ഒന്നുമില്ലാത്ത ഒരു ടീമിനെ വെച്ച് ഓസ്ട്രേലിയ പോയി ജയിച്ച പുജാരയുടെ ഒരു ഇന്നിങ്സ് ഉണ്ട് അന്നത്തെ. മറ്റേ പന്താണ് അതിൽ കൂടുതൽ അടിച്ചത്, റൺസ് അടിച്ചത്. പക്ഷെ എറി വാങ്ങി കൂട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാരും അറിഞ്ഞിട്ടുണ്ടോ? വർണ്ണവനും അത് ടെസ്റ്റ് എന്നും പറഞ്ഞൊരു, ഇപ്പൊ നിങ്ങൾ ഭയങ്കര ക്രിക്കറ്റ് ഫാൻ ആണെങ്കിൽ ടെസ്റ്റ് എന്നും പറഞ്ഞ് പ്രൈമിലൊരു ഡോക്യുമെന്ററി പോലെ സാധനം, ഡോക്യുമെന്ററി ആണ്. അവരുടെ കൂടെ ട്രാവൽ ചെയ്ത് അത് കാണണം. അതിൽ അറിയാൻ പറ്റും എങ്ങനെയാണ് ഇന്ത്യ ആയിട്ട് കളിക്കുമ്പോൾ അവർക്കുള്ള ടഫ് ഇത്. പിന്നെ കൂടുതൽ പറഞ്ഞ പൂജാര തന്നെ. പിന്നെ കോഹ്ലിയുടെ ഒരു സ്റ്റാർഡം അതിൽ കാണിക്കും, എടുത്തു കാണിക്കും. കോഹ്ലി എങ്ങനെയാണ്, ജസ്റ്റ് ലങ്കാർ പറയും കോഹ്ലി അങ്ങേരാണ് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ അടുത്ത് പറയും. അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ ചോട്ടെ, ഇങ്ങനെ ഒരു ബെസ്റ്റ് ആണെന്ന് പറയുന്നതോറും ഇവർക്ക് മുകളിലൊരു പ്രഷർ വരത്തില്ലേ ബെസ്റ്റ് ആണെന്ന് കാണിക്കാനുള്ള? ബെസ്റ്റ് ആണ്. 37 എനിക്ക് തോന്നുന്നു രോഹിത്തിന് 37 പ്രായമായി. ഇപ്പൊ സച്ചിന്റെ ഒരു 37 പ്രായത്തിൽ സച്ചിൻ എന്തുമാത്രം ഇന്നിങ്സ് നല്ലോണം കളിച്ചിട്ടുണ്ട്. സച്ചിൻ അവസാനം വരെ കിലോ കളിച്ചത് നല്ല രീതിയിലാണ് കളിക്കുന്നത്. ഇതേപോലെ ഭയങ്കര ഫോം ഔട്ട് ആയിട്ടും ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാറില്ല. കാരണം പ്രത്യേകിച്ച് ടെസ്റ്റില് ഇതിപ്പം സ്റ്റാർഡം കൊണ്ട് എനിക്ക് തോന്നുന്നു 35 എബോ ആയപ്പോ സച്ചിൻ ഇത് അടിച്ച ഡബിൾ സെഞ്ചുറി അടിച്ചത്. ആണ് നമ്മള് പ്ലസ് ടു പഠിച്ച സമയത്താണ് സച്ചിൻ ഡബിൾ സെഞ്ചുറി അടിക്കുന്നത്. ഓർമ്മ ഉണ്ടാ? സോ നമ്മൾ ചേച്ചിയുടെ ട്യൂഷൻ ക്ലാസ് ആ ഒരു പ്രായത്തിലും ആ ഫിറ്റ്നസ് വെച്ച് പുള്ളി അടിച്ചെന്ന് പറയുമ്പോൾ ആ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസ് എന്തോന്നു. അല്ല ഫിറ്റ്നസ് എനിക്ക് തോന്നുന്നു സച്ചിനെക്കാളും ബെസ്റ്റ് ഇപ്പൊ കോഹ്ലി കോഹ്ലിക്കുണ്ട്. സംശയമില്ലാത്ത കാര്യം. സച്ചിൻ കുറച്ചൊരു ടെക്നിക്കും ഇതൊക്കെ ആയിരുന്നു. അത് പറഞ്ഞപ്പോ അല്ല ആ ടൈമിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഫുഡ് ഇവര് ഓർഡർ ചെയ്യണത് ഇപ്പോഴല്ലേ മറ്റേ ഗ്രാം മറ്റേ പ്രോട്ടീൻ. ആ ടൈമില് റൊട്ടി മറ്റേത് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ കഴിക്കൂലേ അതേപോലെ ഒരു ലഞ്ച്, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് കുറച്ചും കൂടെ പ്രൊഫഷണലായി ഫുഡിന് റേഷൻ പോലെയൊക്കെ ആൾക്കാർ ഇത് ചെയ്യണം. അത് പാകിസ്ഥാനിൽ ഇപ്പോഴും അത് സീനാണ്. ഇടയ്ക്ക് വെച്ചിട്ട് അവന്മാര് പറയുമായിരുന്നു അവർക്ക് ഈ ബിരിയാണി എന്തോ അവർക്ക് ഫുഡ് കഴിക്കണം, അവര് ബിരിയാണിയൊക്കെ വെച്ച് കഴിക്കോടാ, അവരെ ഫീൽഡിങ് നോക്കിയാൽ മതി. അത് ഭയങ്കര കൂടെയാണ് ചില സമയത്ത്. അത് പാകിസ്ഥാൻ എപ്പോഴും അങ്ങനെയാണ്. അത് അവര് ഫിറ്റ്നസ് നോക്കാത്തോണ്ടുള്ള. പക്ഷെ പണ്ട് മറ്റേ യൂറോപ്യൻ ടീംസിനൊക്കെ വെസ്റ്റേൺ ടീംസിനൊക്കെ കുറച്ച് അവര് ഇതൊക്കെ നോക്കിയായിരുന്നു ചെയ്തോണ്ട്. ഓസ്ട്രേലിയൊക്കെ ഭയങ്കര ഫിറ്റ് ആയിരുന്നു. കാര്യം അതിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അതായത് 3 പേര് ഡ്രസ്സ് ഷർട്ട്ലെസ് ആയിട്ട് പോകും. എനിക്ക് തോന്നുന്നു ഹെയ്ഡനും സൈമൺസും പിന്നെ ആരാണെന്ന് ഓർമ്മയില്ല. അവർ സൈമൺസ്, വാട്സൺ മിച്ചൽ ജോൺസൺ ആണ്. അവർ 3 പേര് പോകും. അപ്പം അതുപോലെ ചിലപ്പം ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് 3 ഇപ്പം രോഹിത്തും അവരും പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സ്പോർട്സ്മാൻ ആണെന്ന് പറയും. ഇപ്പം ബോഡി ഷേമിങ് ആണെന്നല്ല, പക്ഷേ സ്പോർട്സിന് അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഫിസിക് എന്നുണ്ട്. ആ കൾച്ചർ ഇവിടെ കൊണ്ടുവന്ന വിരാട് കോഹ്ലിയാണ്. അത് ഇന്ത്യൻ ടീമിൽ അങ്ങനെ ഒരു സാധനം വേണം എന്നുള്ള രീതിക്ക് കൊണ്ടുവന്നു. ബാക്കിയെല്ലാം നിർബന്ധിതനാക്കിയത് വിരാട് കോഹ്ലി. അത് പിന്നെ ആണ്. പക്ഷേ അതും ഇല്ലാത്ത ടൈമിലും സേവാഗിന്റെ ഒരു ആധിപത്യം ഉണ്ട്. സേവാഗിന്റെ അത് ഒരു എന്താ പറയാ റോ ടാലന്റ്. പുള്ളി പാട്ടൊക്കെ പാടി ചൂട് അടിച്ച പാട്ട് പാടി ഇപ്പോഴും ഈ ഇടയ്ക്ക് എന്തോ മാച്ചിൽ പാടില്ലേ പാട്ട് പാടി നടിക്കുന്നത്. അല്ല
പക്ഷെ ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ പണ്ട് കാണുന്നതിന്റെ അതേ ഇന്റൻസിറ്റിയിൽ ഇപ്പൊ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 10-1% ഇന്റൻസിറ്റി കാര്യം അന്ന് ഭയങ്കര വിരളമായിരുന്നു ഈ ഇതൊക്കെ കളി വരണത് വല്ലപ്പോഴൊക്കെ വരള്ളൂ. കളിയും വിരളമായിരുന്നു. പണ്ട് ടീം ഇന്ത്യയോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അന്ന് IPL ഇതില്ല. ഇപ്പം കുറച്ചുകൂടി സ്പ്ലിറ്റ് ആയി. ഇന്ത്യൻ ഭൂഖണ്ഡത്തിന് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് ഫാനിസം ആണ് ഇവിടെ കൂടുതൽ. രോഹിത് ഫാൻ, രോഹിത്തിനെ കുറ്റം പറയുമ്പോ മുംബൈക്കാര് കുറെ PR ഉണ്ട് അവര് കളിക്കാര്. ഇപ്പം ഇവരെന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കണമെങ്കിൽ ധോണി ഫാൻസ്, ചെന്നൈ ഫാൻസ് അവര് വന്നിട്ട് ധോണി ഉണ്ടായിരുന്ന ഇങ്ങനെ ധോണി ഉണ്ടെങ്കിൽ 7. ക്രിക്കറ്റിന്റെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് പണ്ട് കളിച്ച കമ്പനിയിലൊക്കെ ക്രിക്കറ്റിന്റെ ഗ്രൂപ്പ് ഉണ്ട്, നല്ല ആക്റ്റീവ് ഗ്രൂപ്പാണ്. അവിടെ അടിയാണ് ഡെയിലി. ആരെങ്കിലും ഒരാള് ഇവരെ കുറിച്ച്, രോഹിത്തിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ കുറെ മീം എവരെ കുറിച്ച് ഇടും, ആരെ കുറിച്ച്, കോഹ്ലിയെ കുറിച്ച്. അപ്പോഴത്തേക്ക് ഇതിന്റെ ഇടയിൽ ചിഹ്നത്തല വരും. തലേരെ കുറെ മീം ഇപ്പൊ ഇറക്കും. അതായത് ഈ ഇടയ്ക്ക് സഞ്ജു ഒരു 6 അടിച്ചിട്ട് ഒരാളുടെ ചുണ്ടിൽ ഇടിച്ചിട്ട് പൊട്ടുമല്ലോ, അപ്പൊ അത് കാണിക്കും. ഇവരിങ്ങനെയൊക്കെ മോശമാണെന്ന് കാണിക്കുമ്പോഴത്തേക്കും വെച്ചിട്ട് ധോണി ധോണി ഫാൻസിനെ ഉപദ്രവിക്കാതിരിക്കാനാണ് കുട്ടി. അത് ഞാൻ ഇടയ്ക്ക് വിശാഖിന് അയച്ചു കൊടുത്തേ, കുറച്ച് നിർത്തണേ മതിയുടെ ചൂടാണ് അതിന്റെ അടുത്ത്. ഇപ്പൊ നമ്പർ 7 = നമ്പർ 7 എന്നൊക്കെ പറഞ്ഞ മീമാണ് ധോണി. അങ്ങനത്തെ മീം വിശാഖ് ചില സമയത്തിരുന്ന സ്റ്റാറ്റസ് നമുക്ക് തന്നെ ഒരു സമയത്ത് വെറുപ്പില്ലായിരുന്നു. അല്ല, ധോണി ഒരു കിടിലം പ്ലെയർ ആയിരുന്നു. ടീമിനെ ഇപ്പം നല്ല ബുദ്ധിയായിരുന്നു. അല്ല, ഒരു ബെസ്റ്റ് ക്യാപ്റ്റൻ ആയിരുന്നു സത്യം പറഞ്ഞു. ഞാൻ സൗരവ് ഗാംഗുലി ആണ് ക്യാപ്റ്റൻ എന്ന് പറയണെങ്കിലും പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ക്യാപ്റ്റൻ കൂളായിരുന്നു. കുറച്ചുകൂടി മാസ്റ്റർ ബ്രെയിൻ. പ്രഷർ സിറ്റുവേഷനിൽ കൂളായിട്ട് ഇങ്ങനെ നിൽക്കുമെങ്കിലും പ്രഷർ കൊടുക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ. എനിക്ക് തോന്നിയിട്ടുണ്ടടാ, ഇപ്പം രോഹിത് ആവട്ടെ ധോണി ആവട്ടെ, അവർ കൂടുതൽ ഭയങ്കര ബോസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. രോഹിത് ഡിമാൻഡിങ് ആണ് കാര്യം, ഇങ്ങനെ ബോസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു ചെറിയ ജൂനിയറിന്റെ അടുത്ത് ഇത്തിരി സ്പേസ് പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഗാംഗുലി ആ ടൈമിൽ അവർക്ക് ആ ടീംമേറ്റ്സിന് ഒരു കുറച്ച് ഒരു ഗാംഗുലിയുടെ അടുത്ത് എന്തോ ഒരു ഇമോഷൻ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഭയങ്കര ഒരു അപ്രോച്ച് ചെയ്യായിരുന്നു. അതിപ്പം നെഹ്റയുടെ കാര്യം പറയുമ്പോഴും പറയും, കേട്ടിട്ടുണ്ടായിരുന്നു. നെഹ്റ കളിപ്പിക്കാതിരിക്കുമ്പോഴത്തേക്ക് നെഹ്റ രാത്രി ചപ്പലൊക്കെ ഇട്ടോണ്ട് ചെല്ലുന്നു റൂമിലോട്ട്, എന്തെന്നെ കളിപ്പിക്കാതെ അടുത്ത കളി. അപ്പം അറിയാം നെഹ്റ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. അറിയാം, അവനറിയാം. നെഹ്റ സാധാരണ പോലെ അല്ല, വേറെ രീതിയാണ്. മറ്റേ എല്ലാരും പറഞ്ഞിട്ടുണ്ട് നെഹ്റനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേ എല്ലാരും ഇങ്ങനെ യുവരാജ് സിംഗ് പുള്ളിക്ക് കുറെ ഇഞ്ചുറി പറ്റിയോണ്ടൊക്കെ ആയിരിക്കും തോന്നുന്നു. എപ്പോഴും ഇങ്ങനെയൊക്കെ ആക്കിക്കൊണ്ടേയിരിക്കും. പുള്ളി വേറെ ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം കോച്ചായിട്ടിരിക്കുമ്പോഴും ഫുട്ബോൾ കോച്ച് പോലെയാണ്. അവിടെ ഇതടി സാധാരണ കോച്ച് അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ഉപയോഗിക്കുന്ന ഫോണും മറ്റേ ഇതാണ്, പഴയ ടച്ച് പാഡ് സാധനമില്ലേ, അതൊക്കെ. ഇപ്പം രോഹിത്തിന്റെ ഈ ലാസ്റ്റത്തെ ടെസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. ആ ടൈമില് ഒരു ബോളർ ദീപാണെന്നോ, ആകാശ് ദീപ, ഇപ്പൊ ഇറങ്ങിയ പുള്ളി ഒരു വൈഡ് എറിയും, നല്ല വൈഡ് എറിഞ്ഞിട്ട് അത് 4 പോകും. അപ്പൊ തന്നെ നല്ല രീതിയിൽ പുള്ളിയെ ഇങ്ങനെ ബുദ്ധിയില്ലേ അങ്ങനത്തെ രീതിയിൽ ഭയങ്കര രീതിയിൽ പറയും. ഒരു വൈഡ് സംഭവിക്കാൻ പറ്റൂലേ, ഒരു ടെസ്റ്റിലൊക്കെ ഒരു വൈഡ് പോകും, ഒരു 4 അടിക്കും. എന്നാലും എല്ലാരും ബെറ്റർ ആവാനല്ലേ ടീമിൽ നിൽക്കണത്, അല്ലേ? എല്ലാരും നമ്മളെ ഒരു ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പോഴ് ഫുള്ള് കൊടുക്കാനല്ലേ ഇരിക്കുള്ളൂ. സാധനം ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇങ്ങനെ വഴക്ക് പറയണതും ഒരു ബോസ്. ഞാൻ കേട്ടുള്ളത് രോഹിത് കുറച്ചുകൂടെ ഭയങ്കര ലോക്കൽ സ്ലാങ്ങിലൊക്കെ നിന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആളാ. ചീത്ത കളിക്കാൻ അങ്ങനെയാണെങ്കിലും സാധാരണ ഒരാളെ ഐ മീൻ നമ്മള് ടിവിയിൽ കാണുമ്പോ നമുക്ക് അങ്ങനെ തോന്നും. ജൂനിയർ ആയിട്ടുള്ള ഒരാള് ഇങ്ങനെ, അത് കോഹ്ലി ഉണ്ടായിരുന്നു. കോഹ്ലിക്കും ഒരു സ്കേഡ് ടീമേറ്റ്, കോഹ്ലിക്ക് കോഹ്ലിനെ പേടിയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ അക്ഷദീപ് ആണ് ലാസ്റ്റ് ഫോളോ ഓൺ ഒഴിവാക്കിയത്. അത് ചിലപ്പോ എന്തെന്നറിയാമോ, അങ്ങേർക്ക് ഭയങ്കര പ്രഷർ കാണും. ഫസ്റ്റ് ഇതില് ജയിപ്പിച്ച് ബുംറ കിട്ടുന്ന ക്യാപ്റ്റൻസി ആയിരുന്നു. സത്യം പറഞ്ഞാൽ തിരിച്ചു വന്ന് ഇത് വന്നപ്പോഴത്തേക്ക് ആ ട്രാക്ക് മാറി. ഈവൻ മിക്കവരും ആ കമന്ററി പറയുന്ന ആൾക്കാർ തന്നെ കമന്ററി പറയാറുണ്ട്, അവരുടെ ഫസ്റ്റ് കളിയിൽ ബുംറയുടെ ആറ്റിറ്റ്യൂഡ് കിടിലുമായിരുന്നു, അവരുടെ ടീമിന്റെ ആറ്റിറ്റ്യൂഡ് കിടിലുമായിരുന്നു. പക്ഷെ ഇപ്പം രോഹിത് വന്നപ്പോഴത്തേക്കും ക്യാപ്റ്റൻ മാറുമ്പോഴത്തേക്ക് ആ ടാറ്റിക്സ് മാറും, അപ്രോച്ച് മാറും. നമ്മൾ പറഞ്ഞ് അശ്വിന്റെ കാര്യമാണ് പറഞ്ഞത്, പിന്നെ വേറെ റൂട്ടിലോട്ട് പോയി. അല്ല, അശ്വിൻ ഇപ്പൊ വിരമിച്ചതേ ഒരു പ്രഷറായിരുന്നു. എന്ന് വെച്ചാൽ മിഡിൽ വിരമിക്കണ ഒരു പ്രഷറായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരമിപ്പിച്ചതുപോലെയാണ് തോന്നിയത്. അത് കപിൽ ദേവ് പറഞ്ഞു, അശ്വിൻ ഇത് നിൽക്കാമായിരുന്നു, അശ്വിൻ എന്തോ വിഷമമുള്ളവല്ല.
സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇനി അശ്വിന് ചാൻസ് കിട്ടില്ലെന്ന് അറിയാം ഈ അടുത്ത 2 കളി. കാര്യം ജഡേജ കഴിഞ്ഞ കളിയിൽ അത്യാവശ്യം കളിച്ചു, വാഷിംഗ്ടൺ സുന്ദർ ഫസ്റ്റ് കളി കിടിലായിട്ട് കളിച്ച്. പിന്നെ അടുത്ത 2 കളി എന്തായാലും ചാൻസ് ഇല്ല. പിന്നെ അടുത്ത ഇന്ത്യയിലെ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ടാണ്, അത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷെ അതുവരെ പോകുമെന്ന് തോന്നല്ല. കാര്യം അതിനു മുമ്പ് ഓൾറെഡി ഇപ്പം ന്യൂസിലാൻഡിൻ്റെ ഹോം സീരീസിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായില്ല. സാധാരണ അശ്വിൻ സബ് കോണ്ടിനെന്റിൽ ഭയങ്കര കിടിലം ബോളറാണ്. അപ്പൊ അങ്ങേർക്ക് അതിന്റെ സമയമായെന്ന് മനസ്സിലായി അങ്ങേര് ഇറങ്ങിപ്പോണതാണ്. സുരന്നായപ്പോൾ പാട്ട് നിർത്തുന്നു. പക്ഷേ മാത്രമല്ല അശ്വിൻ കുറച്ചുകൂടെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. യൂട്യൂബ് ആണെങ്കിലും ക്രിക്കറ്റിങ്ങിന്റെ ബാക്കിയുള്ള ഫീൽഡുകളിലൊക്കെ ഭയങ്കര ആക്റ്റീവ്. എനിക്ക് തോന്നല്ല അങ്ങനെ പുള്ളിക്ക് അതൊരു ഇതൊരു ലെജൻഡിനെ ഇങ്ങനെ മാറ്റി നിർത്തി എന്ന് വെച്ചാൽ കുറച്ച് കളിയും കൂടെ കാണുള്ളൂ. അതിലിപ്പം ഞാൻ പറഞ്ഞ ഒരു ഇപ്പം രോഹിത്തിന് നിൽക്കാമെങ്കിൽ സച്ചിനും ഇത് അശ്വിനും അവിടെ നിൽക്കാം. ഇപ്പം വാഷിംഗ്ടൺ സുന്ദറും അശ്വിനും രാപ്പകൽ വ്യത്യാസമുണ്ട്. ബോളിംഗില് വാഷിംഗ്ടൺ സുന്ദർ അങ്ങനെ ഫോമാണ്, സച്ചിനേക്കാൾ ഇത് അശ്വിനേക്കാൾ ഫോം അല്ല. കറന്റ് ഫോമില് അങ്ങേരാണ് കുറച്ചുകൂടി അറിയണമെന്നാണ് പറയണത്. അപ്പൊ ടീം ഓപ്റ്റ് ചെയ്യണം അങ്ങേരെ കാര്യം കുറച്ചുകൂടി ബാറ്റിംഗ് കൂടുതലായോണ്ടായിരിക്കും. പക്ഷെ ഒരു ബോളിംഗ് പെർസ്പെക്റ്റീവിൽ നോക്കിയാണെങ്കിൽ അശ്വിനാണ്. പിന്നെ എനിക്ക് തോന്നി ഇപ്പൊ നെക്സ്റ്റ് കളിയാണ് അല്ലെങ്കിൽ ഈ സീരീസിന് ശേഷമാണെന്ന് പറഞ്ഞെന്ന് വെച്ചോ, അശ്വിൻ പറയുന്ന വെച്ചോ, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് അടുത്ത 2 കളിൽ ഒരെണ്ണം കൊടുക്കാൻ ടീം നിർബന്ധനാവും. അപ്പോഴത്തേക്ക് അവരുടെ ഫോർമേഷൻ മാറ്റേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ അശ്വിന് ചിലപ്പോൾ അതിന് താല്പര്യം ഇല്ലായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളിക്കൊരു കളിയും കൂടെ കൊടുത്തിട്ട് പുള്ളിയെ അതുകൊണ്ട് അല്ല ആ കളി ചിലപ്പോൾ അശ്വിന് വേണ്ടാന്നുള്ളതായിരിക്കും. അടുത്ത 2 കളി ഇപ്പം നിർബന്ധിച്ച് ടീമിനെ നിർബന്ധിച്ച് ഒരു റിട്ടയർമെന്റ് ആസ് എ ഫാൻ നമുക്കൊരു വിഷമമായിരിക്കും. പുള്ളിക്ക് എനിക്ക് വിഷമം ഉണ്ടാവാം, പക്ഷെ എന്നാലും പുള്ളി ഇതിൽ നിന്ന് പോവില്ല. ഈ ഒരു സാധനത്തിൽ തന്നെ നിൽക്കും. പക്ഷേ വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മയൊക്കെ ആണെങ്കിൽ പോയി കഴിഞ്ഞാൽ പോയി. പിന്നെ അവര് ഒരു കമന്ററിയോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊന്നും വന്നിരിക്കാനുള്ള സാധ്യതയില്ല. അത്രയും നോളേജും പുള്ളിനെ പോലെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അശ്വിൻ ക്രിക്കറ്റ് നോളജ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു പേഴ്സണാലിറ്റി അശ്വിൻ നല്ല സ്പീച്ചും കാര്യങ്ങളൊക്കെ. ഇല്ലടാ, മേ ബി ഹി വിൽ ബിക്കം എന്താണ് ഒരു കോച്ചായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഇല്ലേ, ഒരു അശ്വിൻ ഭയങ്കര നല്ല കോച്ചാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലുള്ള പ്ലെയർ ആണ്. നല്ലൊരു കമന്റേറ്ററും അടിച്ചിരുത്തോടാ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അങ്ങേര് എങ്ങനെയാണ് തന്ത്രങ്ങൾ പെയിൻ ഔട്ടാക്കുന്ന കാര്യമൊക്കെ പറയൂലേ മറ്റേ. അത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര ടോക്സ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. മറ്റേ ബാക്കിയുള്ളത് എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ എനിക്ക് പോണ്ടിങ് ഇതുപോലെ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പോണ്ടിങ് പറയും ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഇങ്ങനെ ഒരു ബോൾ വന്ന് ഔട്ട് ആകുമ്പോൾ അടുത്ത ബോൾ കറക്റ്റ് അതേപോലെ വരും. അതുപോലത്തെ ഒരു മനുഷ്യനാണ് അശ്വിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ കോയിൻസിഡൻസ് ആയിക്കൂടെ. അടുത്ത ബോൾ ആ ബോൾ വന്ന് മേ ബി അവര് അത്രയും പ്ലാൻ ചെയ്ത് അനലൈസ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. ഒരു ബാറ്റ്സ്മാൻ എങ്ങനെയാണ് കളിക്കുന്നത് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അറിയാം. ഇവിടെ ഫിൽട്ടായത് അങ്ങനെ കുറെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം നേരത്തെ റെക്കഗ്നൈസ് ചെയ്തു. അതാണ് എനിക്ക് തോന്നിയത്. ഇങ്ങേർക്ക് ഇപ്പം ഈ ടെസ്റ്റിൽ എനിക്ക് തോന്നുന്നു രോഹിത് അത് ലാക്ക് ചെയ്യണ സംഭവം അതാണ് എനിക്ക് തോന്നുന്നത്. ഹെഡൊക്കെ ഇങ്ങനെ ഡോമിനേറ്റിംഗ് ആയിട്ട് കളിക്കുമ്പോഴത്തേക്ക് അങ്ങേരെ ഔട്ടാക്കാൻ ഒരു ഇതില്ല. ചുമ്മാ ഒരു ബുംറയെ കൊണ്ടറിയിക്കും, അല്ലാതെ ഒരു ഇതില്ല. പറയല്ലോ സ്ട്രാറ്റജി വേറെ ടാക്ടിക്സ്. ആ ഒരു സാധനം ലാക്കിംഗ് പോലും അത് ഇങ്ങനെ കുറച്ചുകൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, പ്ലെയറിനെ അനലൈസിങ് ചെയ്യുന്ന ഭയങ്കര വലിയ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സഞ്ജു ആയിട്ടൊക്കെ കുറച്ച് നമ്മൾ പ്രത്യേകിച്ച് മലയാളി സാന്നിധ്യം ക്രിക്കറ്റ്, സൗത്ത് ഇന്ത്യൻ സാന്നിധ്യം. അത് തന്നെ സൗത്ത് ഇന്ത്യൻ പ്രത്യേകിച്ച് മലയാളി സാന്നിധ്യം. പണ്ട് നമ്മൾ ശ്രീശാന്ത് വന്നു എന്ന് പറയുന്നപ്പം നമുക്കുണ്ടായ ഒരു സന്തോഷവും. പക്ഷെ ശ്രീശാന്ത് എന്ന് പറയുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിലേ ശ്രീശാന്തിന് കിട്ടേണ്ട അംഗീകാരം ഒന്നും മലയാളികൾ കൊടുത്തിട്ടില്ല. കുറച്ചും കൂടി ചീത്ത വിളിച്ചിട്ടേ ഉള്ളൂ. അങ്ങേര് അഗ്രസീവ് ആണെന്ന്. എന്നാൽ ഇപ്പൊ അതിനേക്കാളും കൂടുതൽ അഗ്രസീവ്നെസ് സിറാജ കാണിക്കുന്നില്ലേ. അതൊക്കെ സത്യം നല്ലതാണ്. സിറാജ് ചില വിറപ്പിച്ച വേറെ ആരും ഇല്ല. ഇപ്പൊ നെല്ലിനെയൊക്കെ സിക്സ് അടിച്ചിട്ട് ഡാൻസ് കളിച്ച് ആ ടൂർണമെന്റ് പുള്ളി ഭയങ്കര ആഫ്രിക്കൻ ടൂർ. അല്ല, വൺ ഓഫ് ദ ബെസ്റ്റ് ബോളിംഗ് ആയിരുന്നു. കാലിസിനറി ബൗൺസർ, സീം പൊസിഷനിങ് ഉള്ളതിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു ശ്രീശാന്ത്. പക്ഷെ ശ്രീശാന്തിന് മലയാളി തന്നെ വിചാരിക്കുന്ന ആ സമയത്ത് നമ്മളെന്ത് ഭയങ്കര ഹമ്പിൾ ആയിരിക്കണം ക്രിക്കറ്റേഴ്സ്. ചിലപ്പോൾ സച്ചിനെ കണ്ടിട്ടുള്ള ഇതാണ്, അതായിരിക്കാം. പക്ഷെ അങ്ങേർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ സഞ്ജുവിന് പക്ഷെ നല്ല സപ്പോർട്ടുണ്ട്. നമ്മൾ ആറ്റുനോറ്റുണ്ടായ ഒരു ഉണ്ണി എന്ന് പറയുന്ന പോലെയാണ് ശ്രീശാന്ത് മലയാളികളായിട്ട്. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ നമ്മളൊരുമാതിരി ദേഷ്യത്തില് നമ്മൾ പറയുന്നത് അഹങ്കാര ടൈമിൽ നമുക്കും തോന്നും അഹങ്കാരമല്ലേ ആ കാണിച്ചത്. പക്ഷെ പിന്നെ മനസ്സിലായ ഫാസ്റ്റ് ബോളിംഗിൽ അഗ്രസീവ്നെസ് വരോടാ. നമ്മള് ലോക്കൽ കണ്ടങ്ങളിൽ തന്നെ നമ്മൾ കളിക്കുമ്പോഴേ അതായത് നമുക്ക് ചിലപ്പോ തോന്നും നമുക്ക് ആ ടൈമിൽ നമ്മൾ റെഡി അല്ലേ.
മലയാളികൾ ready അല്ലേ? അംഗീകരിക്കാൻ ready. അല്ല ഇപ്പൊ നമ്മൾ കളിക്കാൻ പോലും നമ്മൾ അഗ്രസീവ് ഭയങ്കര ചെയ്യത്തില്ലേ? ഇത് ഈ സഞ്ജു എന്ന് പറയുമ്പോ ബ്രാൻഡിങ് തന്നെ കുറച്ച് മലയാളി എന്നുള്ള ഒരു ബ്രാൻഡിങ് തന്നെ മാർക്കറ്റിംഗ് തന്നെ ഉണ്ട്. സഞ്ജുവിന്റെ ഒരു രാജസ്ഥാൻ അങ്ങനെയാ ചേട്ടാ എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് ചെയ്യുന്നത്. സഞ്ജുവിന്റെ റൈസിന്റെ പ്രധാന കാരണം ഈ IPL ആണ്. IPL വന്ന് നമ്മൾ കുറച്ചുകൂടെ ഈ ഇന്ത്യക്കാർക്കും കുറച്ചുകൂടെ ഫെമിലിയർ ആയി, നമുക്കും കുറച്ചുകൂടെ ഫെമിലിയർ ആയി. നമുക്ക് ഒരു ഇമോഷൻ വന്നു. ഇവൻ എന്തുകൊണ്ട് ഇന്ത്യയിൽ എടുക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു. ശ്രീശാന്ത് ഇന്ത്യൻ ടീമിൽ കയറി വന്നതാണ്. ഇപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഉള്ള സഞ്ജുവിനെ അവോയ്ഡ് ചെയ്യുന്നോണ്ട് നമുക്ക് തോന്നും ക്യാമ്പയിനൊക്കെ ഇടയ്ക്ക് വരും, അങ്ങനെ ഒരു സാധനമൊക്കെ വരും. അത് പിന്നെ അവർ യൂസ് ചെയ്യുന്നുണ്ട്, രാജസ്ഥാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ സാധനം. അത് മലയാളികളാണെന്നുള്ള ആ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട്. മലയാളികളുടെ സപ്പോർട്ടുണ്ട്, ഇന്ത്യ ഹിന്ദിക്കാരന്മാർ നല്ല ഫാനുണ്ട്. നല്ല ഫാനുള്ളൊരു ഇതാണ് സഞ്ജു. ഇപ്പം ഈ യങ്സ്റ്റേഴ്സിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ചിലപ്പോൾ ധോണി പോണ ഒഴിവില്ലേ ചിലപ്പോൾ ചെന്നൈയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റേഞ്ചിൽ പോകും. പക്ഷേ എത്ര നാൾ പോകും എന്നുള്ളത് അറിഞ്ഞൂടാ. കാര്യം രാജസ്ഥാൻ കൊടുക്കുന്ന ഒരു സപ്പോർട്ടൊന്നും ചിലപ്പം വേറെ ടീം ചിലപ്പോൾ കൊടുക്കാൻ ചാൻസ് ഇല്ല. നമുക്ക് കുറച്ചും കൂടെ പറയാനുണ്ട്, പക്ഷേ ടൈം അതിപ്പോ കേൾക്കണവർക്കും അറിയാം. സഞ്ജു സാംസൺ കുറച്ചുകൂടെ പറയാനൊക്കെ ഉണ്ട്. അത് വേറൊരു എപ്പിസോഡിൽ നമ്മൾ പൂർത്തീകരിക്കുന്നതായിരിക്കും. ടർഫിന് ലൈറ്റ് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞവർ പ്രഷർ ചെയ്യുന്നു. അതുകൊണ്ട് ഇനി ഓഫ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു പാർട്ട് 1 ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊരു ഫ്ലോയിൽ വന്നതാണ്, നമ്മൾ ഇതുവരെ അത് പറഞ്ഞു നിർത്തിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കേട്ടിട്ട് ഇത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. സഞ്ജുവിനെ പറ്റി സംസാരിക്കാനുണ്ട്. സഞ്ജുവിനെ അവഗണിച്ചോ ഇല്ലയോ IPL ലേലത്തിന് കാരണം വന്ന ടാലൻസ്, IPL കാരണം വന്ന ഇന്ത്യയുടെ കറണ്ട് IPL ട്രെൻഡ്. അതെ, ഈ സ്റ്റാർഡം ഇന്ത്യൻ ടീമിനെ അഫക്ട് ചെയ്യുന്നുണ്ടോ? അതെ, അത് ഇന്ത്യൻ ടീമിലൊരു ഡിവൈഡ് ആൻഡ് ഇത് ഉണ്ടാക്കുന്നുണ്ടോ? അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പം ചിലരിപ്പം നമ്മൾ രോഹിത്തിനെ കുറിച്ച് പറഞ്ഞ ഇഷ്ടപ്പെട്ടു കാണില്ല, അല്ലെങ്കിൽ കോഹ്ലിയെ നമ്മളിപ്പം ടച്ച് ചെയ്ത് കുറച്ച് 2003 ആ ടൈമിലുള്ള സച്ചിനെയാണ് കൂടുതൽ. ധോണിയുണ്ട്, ധോണിയെ നമ്മൾ അധികം യുവരാജിനെ കുറിച്ച് പറഞ്ഞില്ല. യുവരാജൊക്കെ അത്ര സഹീർ ഖാൻ, അങ്ങനത്തെ ദ്രാവിഡിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരുപാട് നമുക്ക് സംസാരിക്കാനുണ്ട്. നമ്മളെ ചുരുങ്ങിയ നോളജ് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. പക്ഷെ അതിനുള്ള ടൈം നമുക്ക് ഇപ്പൊ ഇല്ല. നമുക്ക് വേറൊരു സമയത്ത് ഇതൊരു പാർട്ട് 1 ആയിട്ട് കണക്കാക്കിയാൽ മതി. നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായും കമന്റ് ഇടുക. നമുക്കിപ്പോ സമയപരിധി മൂലം നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം. വേറൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.